നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം പിന്നെയും തിരുസന്നിധിയിൽ നമുക്ക് ഒത്തുകൂടുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 1-2 ആഴ്ച എനിക്ക് നിങ്ങളുടെ നടുവിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് സാധിച്ചില്ല. ചില കാരണങ്ങൾ. മറ്റ് ദൈവദാസന്മാർ കടന്നു വന്ന് നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചു. നമ്മളതിന് മുൻപ് 2-3 ആഴ്ചയായിട്ട് സമാഗമന കൂടാരത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും സംസാരിക്കുകയായിരുന്നു. അതായത് കോവിഡിൻ്റെ കാലത്ത് 2019-20 ആ സമയത്താണ് നമ്മൾ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഒത്തുകൂടിയതും. അങ്ങനെ ആ സമയത്ത് ഒരു പ്രത്യേക വിഷയം ധ്യാനിക്കണമെന്നുള്ള ചിന്തയിൽ ബൈബിളിൽ ഏറ്റവും ബൃഹത്തായൊരു വിഷയം തന്നെ ചിന്തിക്കാനായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തു. കാരണം മുൻപോട്ട് ധാരാളം സമയമുണ്ട്. എന്ന് എല്ലാം തുറക്കുമോ അടയ്ക്കുമോ എന്നൊന്നും നമുക്കറിയില്ലാത്തൊരു കാലമായിരുന്നതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഇങ്ങനൊരു വിഷയം ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. അന്ന് നമ്മളിതൊന്നും റെക്കോർഡ് ചെയ്തിരുന്നില്ല. ഓഡിയോ മെസ്സേജ് എന്നുള്ള നിലയിൽ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു വിഷയം പറയാനായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ല. നമ്മൾ സാധാരണ പല മെസ്സേജുകളുടെ ഇടയിലും രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായി സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലുള്ള യാഗപീഠത്തെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അത് തന്നെയല്ല, പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവസഭയുടെ നിഴലാണെന്ന് തന്നെ. അപ്പോൾ പല കോണുകളിൽ നിന്നും ഒബ്ജക്ഷൻ വന്നു. ആ ഒബ്ജക്ഷൻ വന്നതുകൊണ്ടാണ് നമുക്കത് വചനത്തിലൂടെ പ്രൂവ് ചെയ്യേണ്ടതായ സാഹചര്യം വന്നത്. അതായത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്വർഗത്തിലുള്ള സാക്ഷ്യ കൂടാരത്തെക്കുറിച്ച്. എബ്രായ ലേഖനത്തിൽ സൂചനകളുണ്ട്. അപ്പോൾ ആ സാക്ഷി കൂടാരത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായതാണ് മോശ ഭൂമിയിൽ പണിതത്. സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ നിഴലായിട്ടാണ് സമാഗമന കൂടാരം പണിത്. ആ കൂടാരം യേശുക്രിസ്തുവിനും നിഴലായിട്ട് പരിഗണിക്കാമെന്നുള്ളത് ഈ പറഞ്ഞ ആളുകളൊക്കെ അംഗീകരിക്കും. എന്നാൽ അത് ദൈവസഭയുടെ നിഴലാണെന്നുള്ള റഫറൻസ് ഇല്ല, വാക്യമില്ലെന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ വെളിപ്പാടിൽ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ദൈവസഭയ്ക്ക് വിവിധങ്ങളായ ഉപമാനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, അഥവാ ദൈവത്തിൻ്റെ ആലയമാണ്, കൂടാരമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ വിഷയത്തെക്കുറിച്ച് കാര്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് അധികമായ കാര്യങ്ങൾ ലഭിക്കില്ല. ചില വാക്യങ്ങൾ ലഭിക്കുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചും പഠിച്ചും വന്നപ്പോഴാണ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 50 അധ്യായങ്ങൾ വേർതിരിച്ചു വെച്ചിട്ടുള്ള ഒരു പഠന വിഷയമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ കണ്ടെത്തിയത് പഴയ നിയമത്തിലെ ഏതാണ്ട് 5-ലധികം പുസ്തകങ്ങൾ തന്നെ ഈ സമാഗമന കൂടാരം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകങ്ങളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതുപോലൊരു സബ്ജക്റ്റ് വേറെ ഇല്ല വിശുദ്ധ തിരുവെഴുത്തിൽ. അത്ര ഗൗരവമായ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും ആളുകൾക്ക് സംശയങ്ങൾ വരാറുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ സംശയങ്ങളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചത്. റോമാലേഖനം 15-4 വാക്യവും അതുപോലെ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ ഉറപ്പിച്ചിരുന്നു. ഈ പറയപ്പെട്ട തിരുവെഴുത്തുകളെല്ലാം പഠിക്കുന്നത് നമുക്ക് ഉപദേശത്തിനായിട്ടാണ്, നമ്മെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ്, നമ്മെ ആ തികവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ആ സമയങ്ങളിൽ ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവസഭ ശരിയാവണ്ണം വെളിപ്പെട്ടു വരും. ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ക്രിസ്തുവും വെളിപ്പെട്ടു വരും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ അകക്കണ്ണുകളെ തുറന്നു കൊടുത്ത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ അകക്കണ്ണ് തുറക്കപ്പെട്ട ശിഷ്യന്മാർ ഈ പറയപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നെല്ലാം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവർ പോയ ഇടങ്ങളിൽ തെളിയിച്ചു കൊടുത്തു. അതായിരുന്നു തുടക്ക സമയത്ത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ. പിന്നീട് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ദൈവസഭ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ളത്. 1 കൊരിന്ത്യർ ലേഖനം 3 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളും 6 അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് ഈ 2 വാക്യങ്ങളിലൂടെയും പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-16-17 മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, കൊരിന്തിലെ സഭ അഥവാ കൊരിന്തിലെ വിശുദ്ധന്മാർ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് 6 അധ്യായത്തിൻ്റെ 19-20 വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്
നിങ്ങൾ ഓരോരുത്തരും, കൊരിന്തിലുള്ള വിശുദ്ധന്മാർ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള നിലയിലാണ് ആ പഠനം നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ആലയമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അങ്ങനെ ഒരു നിവാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ദിരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിലൂടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിവാസമാണ്. അത് സമാഗമന കൂടാരവുമായി എങ്ങനെ ബന്ധിപ്പിക്കുമെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തിയിരുന്നു. അതായത് ദൈവസഭ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനം കിടക്കുന്ന പഴയ നിയമത്തിലാണ്. അത് അന്വേഷിച്ച് നമ്മൾ പഴയ നിയമത്തിൽ ചെല്ലുമ്പോൾ അവിടെ 2 കാര്യമുണ്ട്. ഒന്ന് സമാഗമന കൂടാരം അഥവാ ടാബർനാക്കിൾ, 2 യെരുശലേം ദൈവാലയം, ശലോമോനാൽ പണിയപ്പെട്ട യെരുശലേം ദൈവാലയം. ഈ 2 കാര്യങ്ങളിൽ ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭയായിരിക്കുമ്പോൾ സഭയ്ക്ക് ഏറ്റവും ഇണങ്ങുന്നത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെടുത്തി പഠിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി വാഗ്ദത്ത ദേശത്തേക്ക് യാത്രയായ സമയത്ത് അവരുടെ നടുവിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. അവർ പാളയമടിച്ചതും മുൻപോട്ട് പോയതുമായ കാര്യങ്ങളൊക്കെയുണ്ട് ബൈബിളിൽ. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമ സഭ ഈ ഭൂമിയിൽ പാളയമടിച്ച് പാർക്കുകയാണ്. അവർ കൂടാരവാസികളാണ്, അവർ യാത്രക്കാരാണ്, അവരുടെ അന്യരും പരദേശികളുമാണ്. അവരൊരു വാഗ്ദത്ത ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരൊരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ്. വിശുദ്ധ പർവ്വതത്തിലേക്കുള്ള യാത്രക്കാരാണവർ. ഇതൊക്കെയാണ് ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇനിയും ചില കാര്യങ്ങൾ, സൂചനകൾ പറയാനുണ്ട്. പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. അതായത് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു ആഴം കാണുവാനായിട്ട് ശ്രമിച്ചപ്പോൾ മോശ പണിത ഈ കൂടാരം ഒരു താൽക്കാലിക കൂടാരമാണെന്ന് നമുക്ക് മനസ്സിലായി. തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടൊക്കെ പണിത ഈ കൂടാരം ഒരു താൽക്കാലിക കൂടാരമാണ്. എന്നാൽ ശലോമോൻ പണിത ആലയം എന്ന് പറയുന്നത് അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, അഥവാ സ്ഥായിയായി നിൽക്കുന്ന ഒരു മഹത്തായ ആലയമാണ്. അതിനകത്ത് കല്ലും മരവും തനി തങ്കം കൊണ്ടൊക്കെയുള്ള പണികളാണ് അതിനകത്ത് കാണുന്നത്. ആ വിഷയം നമ്മൾ പരിഗണിച്ചത് പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ പരിഗണിച്ചത്. അതേസമയം ഈ ഭൂമിയിൽ ദൈവസഭയായിരിക്കുമ്പോൾ സമാഗമന കൂടാരവുമായി കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ പറഞ്ഞത് എന്താ? മോശയുടെ കൂടാരം ഒരു താൽക്കാലിക കൂടാരം, എന്നാൽ ശലോമോൻ്റേത് ഒരു പെർമനൻ്റായ കൂടാരം. പിന്നത്തേതിൽ കണ്ടെത്തിയത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവായി ദൈവം തനിക്കൊരു ശരീരമൊരുക്കി എന്നുള്ളതാണ് സങ്കീർത്തനത്തിൽ നിന്നും എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അടുത്തൊരു വാക്യം നമ്മുടെ മുമ്പാകെ വന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-ലാണ് കണ്ടത്. ആ ശരീരത്തെ ഒരു കൂടാരത്തോട് ചിത്രീകരിച്ചിരിക്കുകയാണ്, ഒരു കൂടാരത്തോട്. അത് യോഹന്നാൻ 1:14 ആ സൂചന ലഭിക്കുന്നതാണ്. അങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മൺമയമായ കൂടാരത്തിൽ 33 വയസ്സ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നീട് തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കാണുന്നത് മഹത്വത്തിൽ വസിക്കുന്ന ഒരു കാഴ്ചയാണ്. മൺമയമായ കൂടാരം ഉരിഞ്ഞുവെച്ചൊരു വിൺമയമായ കൂടാരത്തിലേക്ക് കടന്നുപോയി. അതിനോടുള്ള ബന്ധത്തിലാണ് ഫിലിപ്പ് ലേഖനം 3:21 നമ്മൾ വായിക്കുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് താൻ അനുരൂപപ്പെടുത്തും എന്നുള്ള ഒരു വാഗ്ദത്തമാണ് അവിടെ കാണുന്നത്. അപ്പോൾ പിന്നത്തേത് നമ്മൾ കണ്ടത് ദൈവസഭ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരുടെ സംഘം എന്ന നിലയിൽ, യാത്രക്കാരെന്ന നിലയിൽ, ഇവിടെ അന്യരും പരദേശികളും എന്ന നിലയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ദൈവത്തിൻ്റെ സഭ മഹത്തരമായൊരു നഗരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന നിലയിൽ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോൾ യാത്രക്കാരുടെ സംഘം, കൂടാരവാസികൾ. പിന്നത്തേതിൽ മഹത്തായ ഒരു നഗരം എന്ന നിലയിൽ ഇറങ്ങി വരുന്ന കാഴ്ച. അതും കഴിഞ്ഞിട്ട് കണ്ടത് നാം ഇന്നൊരു മൺമയമായ കൂടാരത്തിൽ സഞ്ചരിക്കുന്നു. മൺമയമായ കൂടാരത്തിൽ ഈ ഭൂമിയിൽ ഈ പറഞ്ഞ നിലയിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് പിന്നത്തേതിൽ നാം ഈ മൺമയമായ കൂടാരം ഉരിഞ്ഞുവെച്ച് ആ മഹത്തരമായ കൂടാരത്തിലേക്ക്, വിൺമയമായ കൂടാരത്തിലേക്ക് മാറ്റപ്പെടും. ഒരു ചേഞ്ച്, ഒരു മാറ്റം സംഭവിക്കുന്നു. അതായത് പുത്രനെ സ്വീകരിച്ച ഒരുവന് മരണമില്ലെന്നല്ലേ പറയുന്നത്. ഈ മൺമയ കൂടാരത്തിൽ നിന്ന് നാം ഒരു വിൺമയമായ കൂടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. മൺമയമായ കൂടാരത്തെ ഉപേക്ഷിച്ചു പോകുന്നതിനെ, വേർപെട്ട് പോകുന്നതിനെ മരണമെന്ന് വിളിക്കാം. മരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വേർപാടെന്നാണ്. അപ്പോൾ നമ്മൾ ഈ മൺമയമായ കൂടാരത്തിൽ നിന്ന് വേർപെട്ട് വിൺമയമായ കൂടാരത്തിലേക്ക് പ്രവേശിക്കും. അതിന് മരണമെന്ന് ഞാൻ പറഞ്ഞു. അതേസമയം വിശുദ്ധന്മാർക്ക് മരണമില്ലെന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താ? അതായത് പാപികളായ മനുഷ്യരെയെല്ലാം കാത്തിരിക്കുന്ന നിത്യമരണമാണ്. തീപ്പൊയ്കയാണ് അവരെ കാത്തിരിക്കുന്നത്. അതിനാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. ആ രണ്ടാം മരണത്തിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല.
നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നാം കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ മഹത്തരമായ വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ 2-3 ആഴ്ചയും നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഇത് ആമുഖത്തിൽ പറയേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഈ മെസ്സേജുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന മെസ്സേജുകൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ആദ്യമായിട്ട് വന്ന് കേൾക്കുന്ന ഒരു വ്യക്തി ഈ മെസ്സേജാണ് കേൾക്കുന്നതെന്ന് വിചാരിക്കുക. വാലും തലയും ഇല്ലാതെ എന്തോ പറയുന്നതായിട്ടാണ് അവർക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നത്തേത് കേൾക്കുന്നവരെയും പരിഗണിച്ചുകൊണ്ടാണ്, അവരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു മിനിമം അടിസ്ഥാനം പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോകുന്നത്. മിനിമം അടിസ്ഥാനം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്, അതായത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ തവണ നമ്മൾ എവിടെയൊക്കെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് നിങ്ങൾ ഓർക്കുക. അതായത് സമാഗമന കൂടാരത്തിൻ്റെ ആ ഒരു നിർമ്മിതിയിലേക്ക്, അതിൻ്റെ പണിയിലേക്ക് നമ്മളിതുവരെ കടന്നിട്ടില്ല. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യമൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചു. പർവ്വതത്തിലെ മാതൃക പ്രകാരം കൂടാരം നിർമ്മിക്കാൻ ഉത്സാഹിക്കണം, സൂക്ഷിച്ചു കൊള്ളണം എന്നൊക്കെയുള്ള കാര്യം നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞ് നേരെ വരേണ്ടത് പെട്ടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ കടന്നില്ല. നമ്മുടെ ആദ്യകാല ടാബർനാക്കിൾ സ്റ്റഡിയുടെ സമയത്ത് നമ്മൾ ഒട്ടും തിരിഞ്ഞു നോക്കാതിരുന്നൊരു കാര്യമാണ് ഇസ്രായേലിൻ്റെ പാളയം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ പാളയത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് അതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് തന്നെ വരാം. അതിലേക്ക് തന്നെ വന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർത്ത് പറയാനുണ്ട്. ഇസ്രായേലിൻ്റെ പാളയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സംഖ്യാപുസ്തകം തുറക്കുമ്പോൾ അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ അവർ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അതായത് ഇവിടെ സമാഗമന കൂടാരത്തിൻ്റെ പണിയൊക്കെ തീർത്ത് അവരങ്ങനെ സ്വസ്ഥമായി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് യഹോവയായ ദൈവം കൂടാരത്തിൽ നിന്നുകൊണ്ട് മോശ വഴി ഇസ്രായേലിനോട് സംസാരിക്കുന്ന കാര്യമാണ് വായിച്ചത്. ഇനി അതിൻ്റെ 2-ാം അധ്യായത്തിലേക്കും 3-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ പാളയം സീനായിൽ പാളയമടിച്ച് നിൽക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ സീനായിൽ പാളയമടിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടുന്നത്. ഇസ്രായേലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്ത് എത്തുന്നത് വരെ 42 സ്ഥലത്ത് അവർ പാളയമടിച്ച് കിടന്നു. അതിൽ 11-ാമത്തെ സ്ഥലമാണ് സീനായി എന്ന് പറയുന്നത്. സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഇസ്രായേൽ ജനം പാളയമടിച്ച് കിടന്നു. ഇങ്ങനെ പറയുമ്പോൾ ചില പ്രിയപ്പെട്ടവർക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാം. സീനായി പർവ്വതവും സിയോൻ പർവ്വതവും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട് ചിലർക്ക്. സീനായി പർവ്വതം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പരിസരത്ത് എവിടെയോ ആണ് ഈ പറയുന്ന സീനായി പർവ്വതം. സിയോൻ പർവ്വതം എന്ന് പറയുന്നത് യെരുശലേമിലാണ് സിയോൻ പർവ്വതം. സിയോൻ എന്ന് പറയുന്നത് ദാവീദിൻ്റെ നഗരമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. അപ്പോൾ ഇസ്രായേൽ സഞ്ചരിച്ച് സീനായിലെത്തിയതും സീനായിൽ പാളയമടിച്ചതുമായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അങ്ങനെ സീനായിൽ പാളയമടിച്ച് കിടക്കുന്ന ആ കിടപ്പിൽ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ തന്നെ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, ടാബർനാക്കിളിൻ്റെ ഒരു പിക്ചർ കാണിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അല്പം വൈറലായിട്ട് വന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരു ദൈവദാസൻ പറയുന്നുണ്ട്, അദ്ദേഹം എവിടെയോ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൂതന്മാർ ഇറങ്ങി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോയാണ്. ഞാനത് പൂർണ്ണമായും ശരിക്കും ഒന്നും കേട്ടിട്ടില്ല, ഭാഗികമായ കേട്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങ് കേൾക്കാനായിട്ട് അത്ര വലിയൊരു താല്പര്യം തോന്നിയില്ല. അത് ഒരു ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന നിലയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ആ ശുശ്രൂഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൂതന്മാരിറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി ദൈവസഭ. ഏകദേശം AD 30 ആരംഭിച്ചതാണ്. അവിടം മുതൽ ഇവിടം വരെയുള്ള ഈ പ്രയാണത്തിൽ ദൈവത്തിൻ്റെ ആലയം എന്തെന്നുള്ളത് ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തു പറയാനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സങ്കടപ്പെടുക അല്ലാതെ വേറെ മാർഗവുമില്ല. കൊരിന്ത് ലേഖനത്തിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയമെന്ന്. അപ്പോൾ ആരോ എവിടെയോ കല്ലും മണ്ണും കൊണ്ട് കെട്ടിയ ഒരു ബിൽഡിങ്ങിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ആലയമാണത്, അതിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയെന്ന്.
സഹോദരങ്ങളെ, ഈ ടാബർനാക്കിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിലും ടാബർനാക്കിളിൽ നിന്ന് മെസ്സേജുകളിൽ പല കാര്യങ്ങളും കോട്ട് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പേർക്ക് നമ്മളോട് നീരസം ഉണ്ടെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് വലിയ അലോസരം ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ എന്നാ പറഞ്ഞാലും ഇതൊക്കെ പറയുകയാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലായോ? അതായത് ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. ദീർഘകാലമായി ശുശ്രൂഷാമുഖത്തുള്ള ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ദൈവദാസന്മാർ പറയുകയാണ്, ഈ കല്ലും മണ്ണും കൊണ്ടുള്ള കെട്ടിടം ദൈവത്തിൻ്റെ ആലയമാണ്, അതിലേക്ക് ദൂതന്മാർ ഇറങ്ങി വന്നെന്ന്. നാക്കുപിഴയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ ആളല്ല, ഞാൻ വിട്ടിരിക്കുന്നു അത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പഠനത്തിലേക്ക് വരുന്നതിൻ്റെ പിന്നിലുള്ള ഗൗരവം മെജോറിറ്റിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചു. അപ്പം ആ സഹോദരി അവർ പോകുന്ന ആ കൂട്ടായ്മയിൽ അതിലെ മൂപ്പന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇവിടെ എന്താ പഴയ നിയമത്തിൽ നിന്നൊന്നും ഒരു കാര്യവും പറയാത്തത്, സുവിശേഷങ്ങളിൽ നിന്നും ഒരു കാര്യങ്ങളും പറയാത്തത് എന്താണെന്ന് ചോദിച്ചു. പഴയ നിയമത്തിൽ നിന്നൊന്നും നമുക്ക് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം ന്യായപ്രമാണ സംബന്ധിയാണ്. അവരുടെ ചിന്തയനുസരിച്ച് നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായപ്രമാണത്തിൽ നിന്നാണ്. സുവിശേഷങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്നലെ വൈകിട്ടത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞു, സുവിശേഷമൊക്കെ ഒരു 2 തവണ വായിച്ചാൽ മതി. 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷം ഒരു 2 തവണ വായിച്ചാൽ മതി ഒരു ക്രിസ്ത്യാനി. അതിൽ കൂടുതൽ വായിക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷം കുറേ അധികം വായിച്ചാലും കുഴപ്പമില്ല. ഈ ബാക്കി 3 സുവിശേഷങ്ങളിലും ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. വിശേഷിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമ്മളതിനെ ഗിരിപ്രഭാഷണങ്ങളെന്ന് വിളിക്കും. സെർമൺ ഓഫ് മൗണ്ട്, ഗിരിപ്രഭാഷണങ്ങൾ. അപ്പോൾ ആ ഗിരിപ്രഭാഷണമൊന്നും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അതൊക്കെ യഹൂദന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നും പാലിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അങ്ങനെ പാലിച്ച ഒരുത്തനെങ്കിലും ചരിത്രത്തിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറഞ്ഞു. അത് അക്ഷരം പ്രതി ഏറ്റെടുത്ത് ആത്മാവിൽ ദരിദ്രരായി ജീവിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഉലകത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. 12 അപ്പോസ്തലന്മാരോടുമാണ് വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കുന്നത്. നമ്മളെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. 12 അപ്പോസ്തലന്മാരോടാണല്ലോ കർത്താവ് ഇത് പറഞ്ഞത്. ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷം ആ അപ്പോസ്തലന്മാരിൽ ഒരുവനായ മത്തായി എഴുതിയ സുവിശേഷമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷം എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കുന്നത്. ആ സുവിശേഷത്തിലാണ് മത്തായി ഇതൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ആർക്കും പാലിക്കാൻ കഴിയാത്ത കാര്യമാണ്, ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ്, നടക്കില്ലാത്ത കാര്യമാണെങ്കിൽ അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? നോക്കണം. മറ്റൊരു അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ ഒരു വാക്യം അത് നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വാക്യമാണ്, വെല്ലുവിളി ഉയർത്തുന്ന വാക്യമാണ്. അപ്പോൾ ഈ ഭദ്രതാവാദക്കാരനായ ഉദ്ദേശി ഈ വാക്യം വായിച്ചാൽ യോഹന്നാനെതിരെ കേസ് കൊടുക്കില്ലേ? യേശുക്രിസ്തു നടന്ന പോലെ ഒരിക്കലും നടക്കാൻ ആർക്കും കഴിയില്ല, പിന്നെ എന്ത് കാര്യത്തിനാണ് നിങ്ങളിങ്ങനെ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നതെന്ന് പുള്ളിയോട് ചോദിക്കില്ലേ? തട്ടിക്കയറുമെന്ന് എനിക്ക് സംശയമാണ്. സിവിലായിട്ടും ക്രിമിനലായിട്ടും കേസ് കൊടുക്കുന്നവരെ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് പുള്ളി. ആളുകൾ ഒഴുകിച്ചെല്ലുകയാണ് അങ്ങോട്ട്. ആലപ്പുഴ ജില്ലയിലെ കലവൂരെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജനം ഒഴുകി വരിക. എന്തിനാണെന്നറിയാവോ? അവിടെ ആരെ കാണാനാണ് ഒഴുകി പോകുന്നത്? അവിടെയാണ് കൃപാസനം മാതാവ് ചമ്മന്തി അരച്ചു വെച്ചിരിക്കുന്നത്. ചമ്മന്തി തൊട്ട് കൂട്ടാനാണ് ജനം അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. അതുപോലെ പല പല സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഈ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ കുറച്ച് വിപ്ലവകാരികളായ ആളുകൾ ഇങ്ങനെ രക്ഷാഭദ്രതയും പിന്നെ ഇങ്ങനത്തെ നേരം പോക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ കേട്ടതൊന്നും പോരാ, അവരൊന്നും ശരിയല്ല, അതിനേക്കാളും മെച്ചമായൊരിടത്തിലേക്ക് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞാണ് ആളുകൾ പോകുന്നത്. ശരിക്കും സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോകുന്നതെന്ന് അവരറിയുന്നില്ല. നന്നായിട്ട് കേൾക്കണം കേട്ടോ. കൃത്യമായ ബോധ്യത്തിലാണ്, അധികാരത്തോടെ തന്നെയാണ് പറയുന്നത്. ഒരുതരം സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ആർജിച്ചെടുത്ത ബോധ്യങ്ങൾ, നമ്മൾ മുറുകെ പിടിക്കുന്ന വിശ്വാസ സത്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളെ ഉടച്ചു കളയുന്ന പഠനങ്ങളുമായിട്ടാണ് ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന ഇത്രയും പ്രിയപ്പെട്ടവരുണ്ട്. എത്രയോ ദൈവദാസന്മാരെ നിങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയോ പേരെ കണ്ടിരിക്കുന്നു. ആ ദൈവദാസന്മാർ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സുവിശേഷങ്ങളൊന്നും നമ്മൾ അങ്ങനെ അധികം വായിക്കേണ്ടെന്ന്? എനിക്കറിയാവുന്നൊരു ദൈവദാസൻ ബാംഗ്ലൂരിലുണ്ട്.
അദ്ദേഹം വളരെ പുരോഗമനവാദിയാണ്. ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബിലീവർ എന്നുള്ള നിലയിലാണ് പുള്ളിയെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് 1-2 തവണ വായിക്കണമെങ്കിൽ വായിച്ചാൽ മതി, ഒരു നിർബന്ധവുമില്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ പഴയ നിയമത്തിലെ ഒരു പുസ്തകവും കൈകൊണ്ട് തൊട്ടില്ലേലും കുഴപ്പമില്ല. മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുതിയ നിയമ പുസ്തകങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. അദ്ദേഹമായിട്ട് എനിക്ക് നല്ലൊരു പരിചയമുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമം മാത്രം മതി എന്ന് പറയുന്ന പലരും എനിക്ക് സ്നേഹിതന്മാരായിട്ടൊക്കെ ഉണ്ട്. എന്നോടങ്ങനെ കാര്യമായിട്ട് ബലമായിട്ടൊന്നും പറയാറില്ല. കാരണം അവർക്കറിയാം ഞാൻ ഈ പഴയ നിയമത്തിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്ന പുള്ളിയാണ്. പ്രസംഗിക്കുന്നതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ തർക്കിക്കാനും വാദിക്കാനും വരാത്തത്. അല്ലെങ്കിൽ തർക്കിക്കാൻ വരും, അത് വേറെ കാര്യം. ഇനി വേറെ ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോക്കോൾഡ് പെന്തിക്കോസ് അവർ പഴയ നിയമത്തിൽ അങ്ങ് കിടക്കുകയാണ് പായും തലയണയായിട്ട്. അവർ പുതിയ നിയമത്തിലേക്ക് വരണമെങ്കിൽ JCB വന്നവരെ കെട്ടി വലിച്ചോണ്ട് വന്നാൽ പോലും വരില്ല. അവരെങ്ങനെയാണ് പഴയ നിയമത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. എന്തിനാ അവർ പഴയ നിയമം തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാവോ? അവരുടെ പ്രസംഗത്തിനും ധ്യാനത്തിനുമായിട്ട് അവർ പഴയ നിയമം തിരഞ്ഞെടുക്കുന്നത് അബ്രഹാമിൻ്റെ തൊഴുത്തിലുള്ള കാര്യങ്ങളും ദാവീദിൻ്റെ പാണ്ഡികശാലയിലുള്ള കാര്യങ്ങളും എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ളതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ പഴയ നിയമത്തെ അങ്ങ് സ്നേഹിച്ച് ഭയങ്കരമായിട്ട് അതുകൊണ്ടൊന്നുമല്ല. എങ്ങനെ ഈ വക കാര്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഞാൻ ആദ്യം പറഞ്ഞ ആളുകളൊക്കെ നല്ല മനസ്സുള്ള ആളുകളാകട്ടോ, അവരൊന്നും മോശക്കാരാന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. അവർ ആ പുതിയ നിയമത്തിന് വേണ്ടിയുള്ള എരിവും ദാഹവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരു തവണ വായിച്ചാൽ മതി, 2 തവണ വായിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഭാഗത്തിന് പ്രസക്തിയില്ല, ഈ ഭാഗത്തിന് പ്രസക്തിയില്ല എന്നൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ചെറിയ സ്വരത്തിലെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആ വ്യക്തി അപകടകാരിയാണ്. ഞാൻ അങ്ങനെയുള്ള ആളുകളെല്ലാം അപകടകാരികളുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്നത് ദൈവനിശ്വാസ്യമായ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. ഇതിൻ്റെ ആദി മുതൽ അന്തം വരെ ദൈവശബ്ദമാണുള്ളത്, ദൈവനിവേശിതമായ പുസ്തകമാണ്. നിങ്ങൾ പുതിയ നിയമം മാത്രമേ പഠിക്കൂ എങ്കിൽ നിങ്ങൾ മനുഷ്യനെന്ന നിലയിൽ ഈ ഭൂമി പിറന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നാൽ എങ്ങനെ പറയും? നൂലെ കെട്ടി ഇറങ്ങി വന്നാന്ന് പറയുമോ? അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് പോകേണ്ടി വരില്ലേ? മഹോന്നതൻ ജാതികൾക്ക് അവകാശം വേർതിരിച്ചു കൊടുത്ത കാര്യത്തെക്കുറിച്ചൊന്ന് പറയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് പോകേണ്ടി വരില്ലേ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ 2 പ്രധാന വ്യക്തികളെ കാണുകയാണ് പുതിയ നിയമത്തിൻ്റെ പൂമുഖത്ത്, അബ്രഹാമിനെയും ദാവീദിനെയും. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ സന്തതിയായ യേശുക്രിസ്തു എന്ന വാഗ്ദത്തത്തിൻ്റെ മെഷിഹ ഈ ഭൂമിയിലേക്ക് വരുന്ന കാര്യമാണ് അവിടെ അപ്പോസ്തലൻ കുറിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്കൊന്ന് പോകേണ്ടി വരില്ലേ? ദാവീദിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിലും ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകേണ്ടി വരില്ലേ? അവരെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ ഇവർ ആരാണെന്ന്, ഇവർക്ക് യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? നമ്മൾ വായിച്ച് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ് ദാവീദിൻ്റെ വേരും ശുഭ്രവുമായ ഉദയനക്ഷത്രമെന്ന്. അത് കൊള്ളാം. ഈ ദാവീദ് ആരാ? ദാവീദിൻ്റെ വേരെന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങിപ്പോകണ്ടേ? ഈ 66 പുസ്തകത്തെയും നമ്മൾ തുല്യ നിലയിലാണ് പരിഗണിക്കുന്നത്. പക്ഷേ അതിനൊരു ക്രമീകരണം പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, നമ്മൾ ജെൻറ്റൈൽസാണ്, ജാതികളാണ്. ജന്മം കൊണ്ട് നമ്മൾ ഇസ്രായേൽ ഗോത്രങ്ങളിലൊന്നുമല്ല ജനിച്ചത്. നമുക്ക് നേരെ ഈ പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പെർമിറ്റില്ല. ജാതികളിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്ന നമ്മെ സംബന്ധിച്ച് നാം സുവിശേഷ മുഖാന്തരമാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. സുവിശേഷ മുഖാന്തരമാണ് പ്രവേശിച്ചത്. നമ്മെ സംബന്ധിച്ച് പുതിയ നിയമ പുസ്തകങ്ങൾക്ക് ഗൗരവമുണ്ട്, വളരെ ഗൗരവമാണ്. അങ്ങനെ സുവിശേഷപ്രകാരം നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. നാം ഏറ്റവും ആദ്യം സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് ലേഖനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ചിന്തകൾ കൂടുതൽ ആഴത്തിലേക്ക് വികസിക്കേണ്ടതിന് നമ്മൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ നേരെ പഴയ നിയമത്തിലേക്കല്ല വരുന്നത്, നമ്മൾ വരുന്നത് പുതിയ നിയമത്തിലേക്കാണ്. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വന്ന നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ 66 പുസ്തകത്തിന് തുല്യ ബഹുമാനം കൊടുക്കുകയാണ്. അതിൻ്റെ മുക്കിലും മൂലയിലും
നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മെശിഹയുണ്ട് അവിടെ. എല്ലാ ഇടങ്ങളിലും നമ്മൾ ക്രിസ്തുവിനെയാണ് കണ്ടെത്തുന്നത്. നമ്മളിപ്പോൾ ഈ ടാബർനാക്കിൾ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ടാബർനാക്കിൾ സ്റ്റഡിയിൽ ഡോക്ടറേറ്റ് എടുക്കാനല്ല നമ്മളിത് തുറന്നു വെച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിനെ കൂടുതൽ അനുഭവിച്ചറിയണം. തൻ്റെ സഭയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യങ്ങളുണ്ടാകണം. ഈ ഒറ്റ കാര്യത്തിനാണ് നമ്മളത് തുറക്കുന്നത്. അല്ലാതെ ഇവിടെ റിസർച്ചും അതിൻ്റെ പേരിലുള്ള ഡോക്ടറേറ്റ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കതിൻ്റെ പേരിലൊരു ശ്ലാഘ്യപത്രങ്ങളും വേണ്ട. നമ്മെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട കാര്യത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ദൈവസഭയുമായി ബന്ധപ്പെട്ട് നിഴലുകളായ കാര്യങ്ങളെ പഠിക്കാനായിട്ട് പഴയ നിയമത്തിൽ ഇറങ്ങേണ്ടി വരും. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഈ സമാഗമന കൂടാരം ഒരു സബ്ജക്റ്റാണ്. ഇസ്രായേൽ മിസ്രൈം എന്ന് പറയുന്ന അഥവാ ഈജിപ്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അടിമകളെപ്പോലെ പാർത്തിരുന്നു. ആ അടിമനുഖത്തിൽ നിന്ന് അവരെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമി വഴിയായി കനാനിലേക്ക് കൊണ്ടുപോകുന്ന ആ പോക്ക് ഈ സാത്താനി ലോകത്തിൽ പാപത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിതരായിരുന്ന നമ്മെ വിടുവിച്ച് അങ്ങനെ നാം മുൻപോട്ട് പോകുന്ന ആ ഒരു കാര്യവുമായി കണക്ട് ചെയ്താണ് നമ്മളത് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യം എന്താ? പാപത്തിൻ്റെ പടുകുഴി കിടന്ന നാം സുവിശേഷം കേട്ട് ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് കടന്നു വരുന്നൊരു ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. ഒരേ ഒരു വാതിലാണ് ഈ കൂടാരത്തിനുള്ളത്. ആ വാതിൽ തുറക്കപ്പെട്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ പൊതുവായി പറയുന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലായോ? ഒരു അറിയപ്പെടുന്ന ദൈവദാസൻ കഴിഞ്ഞ ദിവസം പറയുകയാണ്, കല്ലും മണ്ണും കൊണ്ടും കെട്ടിയ ഒരു കെട്ടിടം ദൈവത്തിൻ്റെ ആലയം എന്ന നിലയിൽ പറഞ്ഞപ്പോൾ അതൊരു സങ്കടകരമായ കാര്യമായി പോയി നമുക്ക്. മറ്റൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെയുള്ള ആഴമേറിയ പഠനങ്ങൾ ബോധ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ അകറ്റിക്കളയുന്ന ചില നുഴഞ്ഞുകയറ്റക്കാർ ഇന്ന് ശുശ്രൂഷാമുഖത്തുണ്ട്. അവർ വശീകരണ വാക്കുകളാലും മാധുര്യമുള്ള വാക്കുകളാലും പല നിലകളിൽ ആളുകളെ വശീകരിക്കുകയാണ്. പല നിലകളിൽ ജനം അതിലൊക്കെ വശീകരിക്കപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്നലകളിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നവർ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നവർ അതെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ പറയാൻ പറഞ്ഞാൽ മതി എന്നുള്ളൊരു നിലയിലേക്ക് ആളുകൾ എത്തപ്പെട്ടു. ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗ് ഞാൻ പറഞ്ഞു, 30 വർഷത്തിലധികം ശുശ്രൂഷാമുഖത്ത് നിന്ന് ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യ ഈ പറയപ്പെട്ട ഭദ്രതക്കാരൻ്റെ പ്രസംഗം കേട്ട് തട്ടാൻ്റെ മുമ്പിൽ പോയി കാത് ജരിച്ചു വെച്ച് കൊടുത്തു, തുളച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ തട്ടാൻ അത് തുളച്ചു കൊടുത്തു. ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ്ത് സമൂഹത്തിലെ ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ പലതും ഇന്നലത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളൊരു ലാഘവത്വം പുലർത്തുന്ന രീതിയിലേക്ക് പോവുകയാണ്. നമ്മളെക്കുറിച്ച് ഇവർ ഒതുക്കത്തിൽ പറയുന്നത് എന്താണെന്നറിയാവോ? പരീശന്മാരാണ്, അവർ ന്യായപ്രമാണത്തിൻ്റെ ആൾക്കാരാണ്, ആളുകളെ പഴയ നിയമത്തിൽ തളച്ചിടുകയാണ്. നമ്മൾ പാറിപ്പറന്ന് നടക്കേണ്ടവരാണ്, നമ്മൾ കൃപ അനുഭവിക്കേണ്ടവരാണ്. നമുക്ക് പകരക്കാരനായി ക്രിസ്തു അങ്ങ് ജീവിച്ചോളും, നമ്മളിനി അങ്ങ് പാറിപ്പറന്ന് നടന്നാൽ മതി എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും ഈ ടാബർനാക്കലിൻ്റെ പിക്ചറൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ചുമ്മാതെയൊന്നും അല്ലെന്ന് ഇത് പറയുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ ഗൗരവമായ വെളിപ്പാടുകളും ബോധ്യങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ നമ്മൾ പിന്നെയും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവൻ, വിദേശത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നെ വിളിച്ചു. ഇപ്പോഴാണല്ലോ നമ്മൾ ഈ ടാബർനാക്കലിൻ്റെ 1-2 മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്. മുൻകാലത്ത് അങ്ങനെ സുദീർഘമായ പ്രസംഗങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് കേട്ട ഒരു സഹോദരൻ പറയാണ്, പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി ഈ കാര്യം താൻ ഒരിക്കലും അത് കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന നാട്ടിലെ സഭയും പിന്നെ ഈ മണലാരണ്യത്തിലെ സഭയും, 2 സഭയാണല്ലോ, ഈ മണലാരണ്യത്തിലെ സഭയിലും ഇതൊന്നും പറയുന്നില്ല. അവിടെ എല്ലാം പറയുന്നത് നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്നാണ്. അപ്പോൾ നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ നാട്ടിലെ സഭയും ഈ മണലാരണ്യത്തിലെ സഭയും 2 സ്ഥലത്തും പറയുന്നത് എന്താ? നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്നാണ്. നമ്മെ സംബന്ധിച്ച് നമ്മളെന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും ഞാനൊന്ന് അഡ്വാൻസ് ചെയ്ത് കയറി പറയുകയാണ്.
ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, അല്ലെങ്കിൽ ഒരുവൻ സുവിശേഷം കേട്ട് ആ സുവിശേഷ പ്രകാരം സറണ്ടർ ചെയ്യപ്പെട്ട് അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ പ്രാകാര അനുഭവത്തിൽ നിൽക്കുമ്പോൾ അവൻ യാഗപീഠത്തിൻ്റെ അടുക്കിലേക്കാണല്ലോ വരുന്നത്. യാഗപീഠം എവിടെ ഇരിക്കുന്നത്? കോർട്ട്യാർഡിലാണ്, അഥവാ പ്രാകാരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രാകാര അനുഭവത്തിലേക്ക് വന്ന് അവിടെ നിൽക്കുകയാണ്. അവൻ രക്ഷിക്കപ്പെട്ടു, അടുത്തപടി അവൻ സ്നാനപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് വന്നിരിക്കുന്ന ആ പുതിയ നിയമ ഭക്തൻ്റെ ഉള്ളിൽ നമ്മൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. അവൻ്റെ കണ്ണ് തുറക്കപ്പെടുവാൻ പാകത്തിനൊരു വെളിപ്പാട് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ വയ്ക്കുന്ന വെളിപ്പാട് എന്താ? അവിടെ നിൽക്കുമ്പോൾ അവനൊരു ബോധ്യം ലഭിക്കുകയാണ്, ഒരു വെളിപ്പാട് ലഭിക്കുകയാണ്. നേരെ മുമ്പിൽ കാണുന്നൊരു കൂടാരമാണ്. ആ കൂടാരം കണ്ടില്ലേ? കറുത്ത ഒരു മൂടുശീലയാൽ മൂടിയിട്ടിരിക്കുന്നൊരു കൂടാരം. ആ കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്താണ് പെട്ടകം ഇരിക്കുന്നത്. ആ പെട്ടകം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് തനിക്ക് എത്തിപ്പെടണമെന്നുള്ള ആ ഒരു ചിന്തയാണ് തന്നെ ഭരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലോ ഭരിക്കുന്നത്. ആ പെട്ടകം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ എത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അവനെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ആ പെട്ടകം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് താന് എത്തിപ്പെടേണ്ടതാണ്. പ്രിയ സഹോദര, ഇനിയുള്ള നിൻ്റെ ആയുസ് മുഴുവനും വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ അവിടെ എത്തിപ്പെടാൻ പാകത്തിന് വചനത്തിൽ നിലനിൽക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അങ്ങനെയെങ്കിൽ നീ ആ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരും. ഇതാണ് നമ്മൾ അവൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. പ്രാകാരാനുഭവത്തിൽ നിൽക്കുന്ന ശിശുവായ ആ പുതിയ നിയമ ക്രിസ്ത്യാനിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നീ യോഗ്യനായാൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നീ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ സിംഹാസനത്തിൽ അവനോടുകൂടെ ഒരുമിച്ചിരിക്കും, അല്ലേ? ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? ഞാനും ജയിച്ചെൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. അപ്പോൾ ഈ പ്രാകാരാനുഭവത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശൈശവാവസ്ഥയിൽ നിൽക്കുന്ന, രക്ഷാനിർണയം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് വന്ന ഏതൊരുവനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണ്? വാലല്ല തലയാക്കൂ എന്ന് പറഞ്ഞാണോ? താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കൂ എന്നൊക്കെയാണോ നമ്മൾ പറയുന്നത്? അതെ, ഒരളവിൽ പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്താ അത് പറയുന്നത്? ഒരളവിൽ പറഞ്ഞാൽ നമ്മളും അത് തന്നെയാണ് പറയുന്നത്. താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും. നീ ഇങ്ങനെ ഈ പ്രാകാരാനുഭവത്തിൽ നിൽക്കേണ്ടവനല്ല, നീ ഉയർന്ന ആത്മീയ അനുഭവത്തിലേക്ക് വരേണ്ടവനാണ്. നിന്നെ ഹെവൻലി റെലംസിലാണ് ഇരുത്തിയിരിക്കുന്നത്. നീ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കേണ്ടവനാണ്. ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടവനാണ്. ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കല്ലേ പൊന്ന് സഹോദര എന്നൊക്കെ പഠിപ്പിക്കുന്നവരാ നമ്മൾ. അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മുടെ രീതികളതല്ലേ? ഈ കോമ്പൗണ്ടിലേക്ക് വന്നാൽ അതാണ് ദൈവരാജ്യം നമ്മൾ പറയാറുണ്ട്. ഈ കോമ്പൗണ്ടിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ലോകമാണ്. വെളിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ലോകം പ്രസംഗിക്കുക എന്നല്ലേ അർത്ഥം. ഇതിനകത്തേക്ക് വന്നൊരു വ്യക്തിയോട് ഇതിനകത്തുള്ളൊരു ശുശ്രൂഷകൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഉയരത്തിലെ കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഉയരത്തിൽ ആരാ ഉള്ളത്? ഉയരത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനുണ്ട്. അവിടെ നിന്ന് അവൻ താമസമേന വേഗം വന്ന് നമ്മെ തന്നോട് ചേർക്കും. ഇപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ധരിച്ച് നിൽക്കുകയാണ്. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ അവൻ ക്രിസ്തുവിനോട് അല്ലെങ്കിൽ മശിഹായോട് പറ്റിച്ചേരണം. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ അവൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിക്കണം. എന്നിട്ട് കർത്താവുമായി ഒത്തു നടക്കണം. അങ്ങനെ നടക്കുവാൻ വേണ്ടിയാണ് നുകത്തിൻ കീഴിലേക്ക് വരണമെന്ന് പറയുന്നത്. ആ നുകം യോക്ക് അതിൻ്റെ കീഴിലേക്ക് വരണമെന്ന് പറയുന്നത്. അങ്ങനെ ആ നുകത്തിൻ കീഴിലുള്ള സഞ്ചാരത്തിൽ ഒടുക്കം എന്തായി തീരും? ഒടുക്കം കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവായി തീരും. അപ്പം നമ്മൾ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ ഉത്സാഹിപ്പിക്കുന്ന ഏതേതെല്ലാം മേഖലകളിലാണ്? ക്രിസ്തുവുമായി പറ്റിച്ചേരുക എന്നുള്ള കാര്യത്തിനാണ്. ഈ ഒരു പരമപ്രധാനമായ കാര്യത്തിന് വേണ്ടിയാണ് ഈ പഴയ നിയമ ഭാഗങ്ങളെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. നമ്മൾ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന കാര്യം എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പറയേണ്ടതാണ്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങ് പറയാൻ തോന്നിയതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. അങ്ങനെ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന നാം ഒരു റോ മെറ്റീരിയൽ എന്നുള്ള നിലയിലാണ് അതിനകത്തേക്ക് വരുന്നത്, അല്ലേ? പാപത്തിൽ മുഴുകിക്കിടന്ന മനുഷ്യൻ അങ്ങനെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് അകത്തേക്ക് വന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ പണികളുണ്ട്, പണിയപ്പെടേണ്ടതുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. ആ പണി എവിടെയാണ് പണിയുന്നത്? കല്ലും മണ്ണും കൊണ്ടാണോ പണിയുന്നത്? നമ്മെ ഓരോരുത്തരെയാണ് പണിയുന്നത്.
നമ്മെ ഓരോരുത്തരെയും പണിത് മുൻപോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു വരേണ്ടത്. അപ്പോൾ വേഗം അതിലേക്ക് പറഞ്ഞു വരാം. അപ്പോൾ നമ്മൾ സംഖ്യാപുസ്തകം 2-ാം അധ്യായമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 2. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങണം. സഹോദരങ്ങളെ, ഇപ്പോൾ വായിച്ച ഈ വാക്യം അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും തമ്മിൽ ചെറിയ വേരിയേഷനുണ്ട്. അതിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് എബി ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താന്റെ നിലവാരത്തിൽ താന്താന്റെ പിതൃഭവനത്തിന്റെ കൊടി ഉയർത്തണം. അവർ സമാഗമന കൂടാരത്തിന് വളരെ ദൂരെ നിൽക്കണം. ഇപ്പം നമ്മൾ വായിച്ച ആ വാക്യപ്രകാരം നമ്മുടെ കൺമുമ്പിലുള്ള ഈ ടാബർനാക്കിളിൻ്റെ പിക്ചർ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്ത് വന്നു. അങ്ങനെ സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഇസ്രായേൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നവരുടെ ക്യാമ്പാണ് ഈ പിക്ചറിലൂടെ നിങ്ങൾ കാണുന്നത്. ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ കൂടാരത്തിൻ്റെ 4 സൈഡിലുമാണ് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളും പാളയം ഇറങ്ങിയിരിക്കുന്നത്. 4 ഗോത്രങ്ങളും പാളയം ഇറങ്ങിയിരിക്കുന്നത്. അതായത് സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്താണ് യഹൂദ പാളയം ഇറങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദ പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണഗണമായി സൂര്യോദയത്തിന് നേരെ പാളയം ഇറങ്ങണം. ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കിയോ. ഇപ്പോൾ വായിച്ച വാക്യപ്രകാരം കിഴക്ക് വശത്താണ് യഹൂദ ഗോത്രം പാളയം ഇറങ്ങുന്നത്. യഹൂദ ഗോത്രത്തിൻ്റെ കൂട്ടത്തിൽ ഇസഖാർ ഗോത്രവും സെബൂലൻ ഗോത്രവും, അങ്ങനെ ഈ 3 ഗോത്രങ്ങളാണ് കിഴക്ക് വശത്ത് പാളയം ഇറങ്ങിയിരിക്കുന്നത്. ആ 3 ഗോത്രത്തിൻ്റെയും ലീഡറായിട്ടിരിക്കുന്നത് യഹൂദ ഗോത്രമാണ്. യഹൂദ ഗോത്രം. അപ്പോൾ നമ്മൾ വായിച്ചു, എല്ലാ ഗോത്രക്കാരും അവരുടെ ഗോത്രത്തിൻ്റെ കൊടിയുടെ കീഴിലാണ് പാളയം ഇറങ്ങേണ്ടത്. അപ്പോൾ ഓരോ ഗോത്രത്തിനും അവരുടെ കൊടിയുണ്ട്. യഹൂദ ഗോത്രത്തിൻ്റെ കൊടിയുടെ എംബ്ലം എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം. ഓരോ ഗോത്രത്തിൻ്റെയും കൊടിയിലുള്ള ആ എംബ്ലം അല്ലെങ്കിൽ ആ പിക്ചർ എന്ന് പറയുന്നത് ഇന്നതാണെന്നൊക്കെയുള്ള റെഫറൻസ് ബൈബിളിൽ നോക്കിയാൽ കിട്ടില്ല കേട്ടോ. അത് ബൈബിളിലില്ല. അത് യഹൂദന്മാരുടെ ട്രഡീഷനുമായി ബന്ധപ്പെട്ട് അവിടെ ട്രഡീഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യം മാത്രം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അവർ ഓരോരുത്തരും അവരവരുടെ കൊടിക്ക് കീഴിൽ പാളയം ഇറങ്ങണമെന്നാണ്. എന്നാൽ ആ കൊടിയിൽ എന്ത് പിക്ചറാണുള്ളതെന്ന് ബൈബിളിലില്ല. പക്ഷേ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഗോത്രത്തിൻ്റെയും കൊടിയുടെ കളർ ഇന്നതാണെന്ന്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രൂബേൻ ഗോത്രക്കാർ തെക്ക് സൈഡിൽ പാളയം ഇറങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. രൂബേൻ ഗോത്രക്കാർ തെക്ക് സൈഡിൽ, രൂബേനോട് കൂടെ ഷിമിയോനും ഗാദും ഉണ്ട്. രൂബേൻ ഗോത്രത്തിൻ്റെ കൊടിയുടെ അടയാളം മനുഷ്യമുഖമാണ്. അത് കഴിഞ്ഞ് വടക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വടക്ക് സൈഡിൽ ദാൻ ഗോത്രമാണ് പാളയം ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ഈ 2-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വടക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ദാൻ ഗോത്രം പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ദാൻ ഗോത്രത്തിൻ്റെ കൊടിക്കീഴിൽ വരുന്നത് ആശേറും നാഫ്താലിയുമാണ്. ദാൻ ഗോത്രത്തിൻ്റെ കൊടിയിൽ കാണുന്ന എംബ്ലം എന്ന് പറയുന്നത് കഴുകാണ്. ഈഗിൾ, കഴുകാണ് ദാൻ ഗോത്രത്തിൻ്റെ കൊടിയിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ അഥവാ പടിഞ്ഞാറ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെയാണ് എഫ്രൈം പാളയം ഇറങ്ങിയിരിക്കുന്നത്. പടിഞ്ഞാറ് സൈഡിലാണ്. പടിഞ്ഞാറ് സൈഡിൽ എഫ്രൈമിനോട് കൂടെ മനശ്ശയും ബെഞ്ചമിനും ഉണ്ട്, അഥവാ ബെനിയാമിനും ഉണ്ട്. ഇവരാണ് പടിഞ്ഞാറ് സൈഡിൽ പാളയം ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ കൂടാരത്തിൻ്റെ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ കിഴക്ക് വശത്ത് സൂര്യോദയത്തെങ്കിലാണ് യഹൂദ പാളയം ഇറങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ കൂടാരത്തിൻ്റെ വാതിലിനോടടുത്ത് പാളയം ഇറങ്ങിയിരിക്കുന്നത് മോശയും അഹറോനുമാണ്. ഈ കൂടാരത്തിൻ്റെ ചുറ്റും ഇസ്രായേലിൻ്റെ 12 ഗോത്രവും ഇതുപോലെ ക്യാമ്പ് ചെയ്യുകയാണല്ലോ, പാളയമടിച്ച് നിൽക്കുകയാണ്. 3 വീതം 4 സൈഡിലുമായിട്ട് അവർ പാളയമടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ കൂടാരത്തിൻ്റെ ചുറ്റും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഭാഗത്ത് ലേവി ഗോത്രമാണ് പാളയം ഇറങ്ങിയിരിക്കുന്നത്. ലേവി ഗോത്രം അതൊരു ബഫർ സോണായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടേക്ക് ഈ ബാക്കി ഗോത്രക്കാർക്ക് അങ്ങനെ അടുക്കാൻ കഴിയില്ല. അവിടെ ലേവി ഗോത്രത്തിനാണ് അവകാശം കൊടുത്തിരിക്കുന്നത്. ലേവി ഗോത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് വാതിലിൻ്റെ നേരെ മുൻപിൽ വരുന്നത് മോശയും അഹ്റോനുമാണ്. അതിൻ്റെ തെക്ക് സൈഡിൽ നമ്മൾ കാണുന്നത് കെഹാത്തിനെയാണ്. വടക്ക് സൈഡിൽ നമ്മൾ കാണുന്നത് മെരാരി. അതിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ നമ്മൾ കാണുന്നത് ഗർഷോനിരയാണ്. ഇങ്ങനെയാണ് പാളയം അടിച്ച് അവർ നിൽക്കുന്നത്.
ഇതിൽ നിന്നൊക്കെ ഒത്തിരി ആഴമേറിയ ആത്മീയ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാൻ അതിലെല്ലാത്തിലേക്കും കടന്നു പോകുന്നില്ല. നമ്മൾ ഈ കൂടാരത്തിൻ്റെ ചുറ്റും കാണുന്നത് ലേവി ഗോത്രത്തെയാണ്. ബാക്കിയുള്ള ഗോത്രങ്ങളെല്ലാം കുറച്ച് അകലത്തിലാണ്. അതാണ് ഈ സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിളിൽ അത്രയും വ്യക്തമായിട്ടല്ല ആ തർജ്ജമ വന്നിരിക്കുന്നത്. ആ വ്യത്യസ്തമായൊരു തർജ്ജമയാണ് വായിച്ച് കേൾപ്പിച്ചത്. അതായത് ബാക്കി ഗോത്രങ്ങളെല്ലാം കുറച്ച് ദൂരത്ത്, കുറച്ച് മാറിയാണ് ക്യാമ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ പാളയമടിക്കേണ്ടത്. അതേസമയം കൂടാരത്തോട് ചേർന്ന് വരുന്നത് ഈ പറയപ്പെട്ട ആളുകളാണ്. കൂടാരത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ലേവി ഗോത്രത്തിൽപ്പെട്ട കെഹാത്തും മെരാര്യരും അതുപോലെ ഗർശോന്യരും ഒക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാ വീണ്ടെടുക്കപ്പെട്ടവർക്കും കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയും. എന്നാലും ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ആളുകൾ അവർക്ക് കുറച്ചും കൂടെ പരിഗണന ലഭിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് കർത്താവിനോട് കൂടുതൽ ചേർന്നിരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനുമായിട്ടുള്ള അവസരം ലഭിക്കും. ബാക്കി എല്ലാവരെയും സംബന്ധിച്ചും പലവിധമായ ബദ്ധപ്പാടുകളും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും അത്രയും സമയവും സാവകാശവും ലഭിക്കണമെന്നില്ല. എന്നാൽ ശുശ്രൂഷാമുഖത്തുള്ള ആളുകൾ ഈ പറയപ്പെട്ട നിലയിൽ ഏറ്റവും ക്ലോസ് ആയിട്ട്, ഇപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും അവർ പാളയം ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പുതിയ നിയമത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ പാളയത്തിൻ്റെ ഒത്ത നടുവിലാണ് ദൈവസാന്നിധ്യം അഥവാ സമാഗമന കൂടാരം ഇരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ കൂടാരം അഥവാ ദൈവത്തിൻ്റെ മന്ദിരം. നമ്മുടെ ഉള്ളിലാണ് ദൈവം വാസം ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം വാസം ചെയ്യുമ്പോൾ തന്നെയും ഈ പിക്ചർ വെച്ചിട്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നവരുടെ എല്ലാ ഉള്ളിൽ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വസിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആ ദൈവസാന്നിധ്യം അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുവാനോ ദൈവിക സ്പർശനം ലഭിക്കുവാനോ ഒന്നും കഴിയുന്നില്ല. കാരണം പലവിധമായ ചിന്തകളാലും പലവിധമായ കാര്യങ്ങളാലും എല്ലാവരും ഇങ്ങനെ പരക്കം പാഞ്ഞു പോകുന്നതിനിടയിൽ പലർക്കും ഈ വക കാര്യങ്ങൾ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. നോക്കണം, ഞാൻ ഒരു മുൻകാല ബിസിനസ്സുകാരനാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരനായിരിക്കുമ്പോൾ ഈ വിശ്വാസ വഴിയിൽ വന്നു. പിന്നത്തേതിൽ ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനങ്ങനെ ആ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു സുവിശേഷ വേലയൊക്കെ ചെയ്യാമല്ലോ, നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ സുവിശേഷ വേലയൊക്കെ ചെയ്ത് പോവുകയായിരുന്നെങ്കിൽ, ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേട്ടോ ഈ പറയുന്നത്, ലോകത്തിൽ പലയിടത്തും കർത്താവിൻ്റെ വേലയിലുള്ളവർ മറ്റ് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. ചില വ്യക്തികളെ എനിക്കറിയാം, അവർ വളരെയധികം സമയം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ചെലവഴിച്ചിട്ട് വളരെ കുറച്ച് സമയമാണ് ദൈവവചന ധ്യാനത്തിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുന്നത്. അതുകൊണ്ട് അവരുടെ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ട വിധത്തിൽ അങ്ങനെ ശോഭിക്കാനായിട്ട് കഴിയാറില്ലെന്നുള്ളതാണ് സത്യം. അതേസമയം ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കണ്ടെത്തിയൊരു കാര്യമാണ് പറയുന്നത്. ബിസിനസ്സുകാരനായിട്ട് അങ്ങനെ തന്നെ പോവുകയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അറിഞ്ഞതായ ഈ വെളിപ്പാടുകളും ബോധ്യങ്ങളും ഒന്നും കിട്ടുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ സമയം കണ്ടെത്തി ദൈവസന്നിധിയിലിരുന്ന് വചനം ധ്യാനിച്ചും മറ്റ് ദൈവദാസന്മാരുടെ കൂടെ നടന്നും ഒക്കെ കേട്ടതും കണ്ടതും ആർജിച്ചെടുത്തതുമായ കാര്യങ്ങളാണ്. അതിനെല്ലാം സമയമാണ് വേണ്ടത്, അതിനെല്ലാം സമയം വേണം. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ടൈം ഈ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു എന്ന കാരണത്താലാണ് ഇന്ന് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ കണ്ട പിക്ചർ വഴി ഈ പാളയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നേക്ക് 3500 വർഷം മുമ്പാണ് സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഇസ്രായേൽ ജനം ഇതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്യാമ്പ് ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ സംഭവിച്ച കാര്യമല്ല. ഇന്നേക്ക് 3500 വർഷം മുമ്പ് ഇത്ര സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ പാളയം ഇറങ്ങണമെന്ന് വലിയവനായ ദൈവം മോശ വഴി അവരോട് കൽപ്പിച്ചു. ദൈവത്തിന് മോശയോട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, നീ ഈ ജനത്തെയെല്ലാം കൂടാരത്തിൻ്റെ ചുറ്റും ഒരു 3 വീതം അങ്ങ് പാളയം ഇറക്കിക്കോ, അല്ലേ? പക്ഷേ അങ്ങനെയല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെയാണ് പറയുന്നത്. ഞാൻ ഈ പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുമ്പോൾ നിങ്ങളുടെ ചിന്താമണ്ഡലം ഉണരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ സേവിക്കുന്നു എന്ന് പറയുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ ദാസനായ മോശ വഴി തൻ്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്.
ഈ സമാഗമന കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞതും അവർ ഈ വഴിയാത്രയിൽ പാളയം ഉറങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും ഒക്കെ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. നോക്കണം, അവർ 40-നടുത്ത് വർഷങ്ങൾ കൊണ്ടാണ് സഞ്ചരിച്ച് വാഗ്ദത്ത ദേശത്ത് എത്തുന്നത്. ആ 40 വർഷത്തെ സഞ്ചാരത്തിൽ ഇത്രമാത്രം കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ഭദ്രതക്കാരൻ ഉപദേശിയുടെ കൂട്ടത്തിൽ കൂടാൻ ആലോചിക്കുക. ഈ ദൈവം എന്തിനാ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയുന്നത്? കിഴക്ക് സൂര്യോദയത്തെങ്കിൽ മോശയും അഹരോനും പാളയമടിക്കട്ടെ, അവരുടെ പിന്നിലായിട്ട് വരുന്ന ഭാഗത്ത് യഹൂദാ ഗോത്രം പാളയം ഇറങ്ങട്ടെ, ഇങ്ങനെയൊക്കെ പറയണോ? അവർക്ക് സൗകര്യമുള്ളൊരു പാളയം ഇറങ്ങട്ടെ, തിക്കും തിരക്കും ഉണ്ടാക്കാതിരുന്നാൽ പോരെ. പക്ഷെ ഇത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. ഇനി കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിലേക്ക് നോക്കുമ്പോഴോ വെറും 488 വർഷം മാത്രമാണ് ഇസ്രായേലിൻ്റെ നടുവിൽ ഈ കൂടാരം ഇരുന്നത്. അതായത് 500-ൽ താഴെ വർഷം. വെറും ടെമ്പററി ആയൊരു കൂടാരം. ആ ടെമ്പററി ആയ കൂടാരം പണിയാനായിട്ട് എന്തുമാത്രം സ്ട്രിക്റ്റായിട്ടാണ് പറഞ്ഞത്. നീ വളരെ സൂക്ഷ്മതയോടെ ഉണ്ടാക്കണമെന്നാണ് മോശയോട് പറഞ്ഞത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശയെ ഉണ്ടാക്കിയെന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത്ര സ്ട്രിക്റ്റായ, അത്ര നിഷ്കർഷയുള്ള ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു അഴകുഴമ്പൻ ദൈവമായിരിക്കുമോ? എനിക്ക് മല്ലപ്പള്ളിക്കാരോടും തുലാപ്പള്ളിക്കാരോടും കാഞ്ഞിരപ്പള്ളിക്കാരോടും എല്ലാ പള്ളിക്കാരോടും ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ തേജോമയനായ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു കെട്ടഴിഞ്ഞ ദൈവമായിട്ടാണോ വരുന്നത്? ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണോ വരുന്നത്? അതിന് ഈ തലതിരിഞ്ഞ പ്രസംഗരെല്ലാം കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കൃപ എന്നുള്ള വാക്ക്. ഇപ്പം എല്ലാം കൃപയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ മേൽ കൃപയുള്ളതുകൊണ്ട് എങ്ങനെ നടക്കാമെന്നാണോ അർത്ഥം? എന്താ ഈ കൃപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാപത്തിൻ്റെ പടുകുഴി കിടന്ന നമ്മെ ഉദ്ധരിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു കണ്ണിനും അലിവ് തോന്നാതെ അവിടെ കിടന്നതാ. ഒരു സാധ്യതയുമില്ലായിരുന്നു. ആ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുകയാണ്. നമുക്കൊരു അർഹതയില്ലെന്നേ. നമുക്ക് ഈ രക്ഷയെ ആസ്വദിക്കാനുള്ളൊരു അർഹതയൊന്നുമില്ല. എന്നിട്ട് മഹാകൃപയാൽ നമ്മെ ഉദ്ധരിച്ചു, രക്ഷിച്ചു, ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവന്നു. തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ കൃപ ധാരാളമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ കൃപ നിനക്ക് മതിയെന്നാ. ഈ യാത്രയിൽ എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ നമ്മുടെ മേലുണ്ട്. മുൻപോട്ടുള്ള പ്രയാണത്തിൽ ആ സ്വർഗീയമായ കൃപ നമ്മുടെ മേലുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം കുത്തഴിഞ്ഞ ദൈവമാണെന്നും നമ്മൾ കുത്തഴിഞ്ഞ് നടക്കണമെന്നുമാണോ അതിൻ്റെ അർത്ഥം? കൃപ നമ്മുടെ മേലുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാമെന്നാണോ അർത്ഥം? അങ്ങനെയാണോ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? അതല്ല അതിൻ്റെ ഉള്ളടക്കം. നാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുൻപോട്ട് പോകണം. സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ കത്തോലിക്കർക്ക് പോപ്പുണ്ട്, എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാനായിട്ട് അതിന് താഴെ കർദിനാൾമാരുണ്ട്, വേറെ പലരും ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. നിങ്ങൾക്ക് പോപ്പല്ലോ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ചോദിക്കുന്നത്. അദർശനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ, തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുകയാണ്. ഇസ്രായേൽ എങ്ങനെ നയിക്കപ്പെട്ടോ, എങ്ങനെ മുൻപോട്ട് പോയോ, അതുപോലെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ടത്, എങ്ങനെ പാളയം അടിക്കണം, എവിടെ പാളയം അടിക്കണം, മേഘം നീങ്ങുന്നതൊക്കെ തിരിച്ചറിയുവാനുള്ള കൃപ നമ്മുടെ മേൽ വരികയാണ്. കൃപയെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കൃപയും കൂടെയാണ്. മേഘം നീങ്ങുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നീങ്ങണം. മേഘം നീങ്ങിയില്ലെങ്കിൽ നീങ്ങരുത്. തിരിച്ചറിയണം കേട്ടോ. മേഘം നീങ്ങിയാൽ നമ്മൾ അതിനൊപ്പം നീങ്ങണം. മേഘം നീങ്ങിയില്ലെങ്കിൽ അവിടെ തന്നെ തമ്പടിക്കണം. കെരീത്തിലെ വെള്ളം വറ്റി, എന്നിട്ടും ഏലിയാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. കാരണം എന്നാ? ഓർഡർ ലഭിച്ചിട്ടില്ല. ഓർഡർ. മേഘം നീങ്ങിയിട്ടില്ല. കാക്ക ഇപ്പോഴും അപ്പം ഇറച്ചിയായിട്ട് വരുന്നുണ്ട്. കെരീത്തിലെ വെള്ളം വറ്റിയെന്നേ ഉള്ളൂ. അവിടെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ പരിശോധന എന്ന് പറയുന്നത്. അതൊരു ടെസ്റ്റാണ്. വെള്ളം വറ്റിയതിൻ്റെ ഒപ്പം തന്നെ കാക്കയുടെ വരവും കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഏലിയാവ് ചിലപ്പോൾ ഒന്ന് ആലോചിച്ചേനെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏലിയാവ് എന്നാലും ആലോചിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ, കണ്ടെത്തിയ ഏലിയാവ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളം വറ്റിക്കോട്ടെ, കാക്കയുടെ വരവ് നിലച്ചോട്ടെ, പക്ഷെ കമാൻഡ് ലഭിക്കാതെ, ഓർഡർ ലഭിക്കാതെ താൻ അവിടെ നിന്ന് എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ?
നമ്മെ നടത്തുന്ന പോപ്പാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇസ്രായേലിനെ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിയെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മോടുള്ള ബന്ധത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള തിരിച്ചറിവിലേക്കൊക്കെ നമ്മൾ വരണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു പഠനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പാളയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇത്രയും നേരം സംസാരിക്കുകയായിരുന്നു. 4 സൈഡിലും ഈ 12 ഗോത്രക്കാർ പാളയമിറങ്ങി. അതായത് കൂടാരത്തോട് ഏറ്റവും ചേർന്ന് ലേവി ഗോത്രത്തിൽ ലേവിയുടെ 3 മക്കൾ പാളയമിറങ്ങി. വാതിലിനോട് ചേർന്ന് മോശയും അഹ്റോനും പാളയമിറങ്ങിയ കാര്യം നമ്മൾ കണ്ടു. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസമൊക്കെ പറയണമെന്ന് ഓർത്തിട്ട് വിട്ടുപോയൊരു കാര്യമാണ്. സൗരങ്ങളെ, സമാഗമന കൂടാരത്തിന് ഒരൊറ്റ വാതിലേ ഉള്ളൂ. ആ ഒരു വാതിലിരിക്കുന്ന കിഴക്ക് വശത്താണ്. ആ കിഴക്ക് വശത്തുള്ള വാതിൽ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, സുവിശേഷത്തെയാണ് കാണിക്കുന്നതെന്ന് പലവരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഈ വാതിൽ കണ്ടിട്ട് ഞാനാകുന്നു വാതിലെന്ന്. അതായത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പാപിയായ മനുഷ്യന് പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു വാതിൽ, രണ്ടാമതൊരു വാതിലില്ല. ശരിക്കും ഈ കൂടാരത്തിൻ്റെ ചുറ്റും 4 വാതിൽ വെക്കാവുന്നതാണ്. തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്കെന്നുള്ള നിലയിൽ ഒരു 4 വാതിൽ വെക്കാം. പക്ഷേ ഇതിന് ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ വാതിൽ വെച്ചത്. എത്ര സീരിയസ് ആയൊരു പഠനമാണിത്. ആ വാതിൽ കിഴക്ക് വശത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ കിഴക്കിനൊരു പ്രാധാന്യമുള്ളത്, ഏദൻ തോട്ടത്തിൽ നിന്ന് പാപം ചെയ്ത മനുഷ്യനെ ദൈവം പുറത്താക്കിയപ്പോൾ ഏദൻ്റെ കിഴക്ക് വശത്തൂടെയാണ് മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 24. ഉൽപ്പത്തി പുസ്തകം 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജാലയുമായി നിർത്തി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മൾ കെരൂബുകളെ ആദ്യം കാണുന്നത്. അവിടെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകൾ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കെരൂബുകളെ നമ്മൾ കാണുന്നത് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ് പിന്നെ കാണുന്നത്. അതായത് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ കൂടാരത്തിൻ്റെ നിർമ്മിതിയാണല്ലോ. അങ്ങനെ അതിൻ്റെ നിർമ്മിതിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂടാരത്തിൻ്റെ മൂടുശീലകളെക്കുറിച്ച് കാണുകയാണ്. മൂടുശീലകളെക്കുറിച്ച്, ഇത് മൂടിയിടുന്ന, കവർ ചെയ്യുന്ന. അപ്പോൾ ആ മൂടുശീലകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അകത്തുള്ള മൂടുശീലയിലാണ് കെരൂബുകളെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അടുത്തൊരു കാര്യം, ഈ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തിരശീലയുണ്ട്. ആ തിരശീലയിൽ വീണ്ടും കെരൂബുകളെ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ 2 ഭാഗത്താണ് ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കെരൂബുകളെ കാണുന്നത്. തുടക്കത്തിൽ നമ്മൾ കണ്ട കാര്യമാണിപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:24 വായിച്ച്, തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബ് അവിടെ കാവൽ നിൽക്കുകയാണ്. പാപിയായ മനുഷ്യന് പ്രവേശനമില്ല, അവനെ പുറത്താക്കി. പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവമായിട്ട് ഇനി ഒരു കൂട്ടായ്മയ്ക്ക് സാധ്യതയില്ല, അവനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. പിന്നത്തേതിൽ ആ മനുഷ്യൻ അങ്ങനെ കിഴക്കോട്ട് സഞ്ചരിച്ച് അങ്ങനെ പോയി. ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അങ്ങനെ അകന്നു പോയ ആ മനുഷ്യനെ തേടി വീണ്ടും വലിയവനായ ദൈവം വരികയാണ്. അതിനിടയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ നേരെ മുൻപോട്ട് പോയി ഊരിലെത്തുകയാണ്. ഊരിൽ നിന്ന് അബ്രഹാമിനെ വലിയവനായ ദൈവം വിളിക്കുകയാണ്. അബ്രാമേ എന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിളിച്ച് പുറത്തിറക്കുകയാണ്. അങ്ങനെ തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായിട്ട് വരുന്നതാണല്ലോ ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനം പിന്നെ മിസ്രൈമിൽ അടിമത്തത്തിൽ കടന്ന ജനത്തെ വിടുവിച്ച് അങ്ങനെ മരുഭൂമി വഴിയായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ പാളയമിറങ്ങിയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മോശ വഴി അവർക്ക് ഈ ആലോചനകളൊക്കെ കൊടുക്കുന്നത്. അവിടെയാണ് വീണ്ടും നമ്മൾ കെരൂബുകളെ കാണുന്നത്. കൂടാരത്തിൻ്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ കൂടാരത്തിന് ഒരേ ഒരു വാതിൽ, ആ വാതിലിരിക്കുന്ന കിഴക്ക് വശത്താണ്. മുടിയൻ പുത്രൻ എന്ന് പറയുന്ന പ്രിയപുത്രൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയ ആ സമയം മുതൽ അപ്പൻ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് പുത്രൻ്റെ മടങ്ങി വരവിന് വേണ്ടി. അതൊരു മനോഹരമായൊരു കാഴ്ചയാണത്, അല്ലേ? അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയ ആ പുത്രൻ്റെ മടങ്ങി വരവിന് വേണ്ടി അപ്പനിങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിൻ്റെ മനോഹരമായൊരു പിക്ചറുണ്ട് പുസ്തകത്തിൽ. അതുപോലെ തന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യനെ എന്നേക്കുമായിട്ട് കൈവിട്ട് കളയുകയല്ല. അവൻ്റെ പിന്നാലെ വലിയവനായ ദൈവമുണ്ട്. അവൻ കിഴക്കോട്ടൊക്കെ പോകുമ്പോഴും
അവനെ തേടി വരുന്ന ദൈവിക വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളുമുണ്ട്. അങ്ങനെയാണ് അബ്രഹാമിനെ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ തേജോമയനായ ദൈവം ഇറങ്ങി വസിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇറങ്ങി വസിക്കുന്ന ആ ഒരു കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത്. അങ്ങനെ ഇറങ്ങി വസിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരേ ഒരു വാതിൽ, ആ വാതിലിരിക്കുന്ന കിഴക്ക് വശത്താണ്. അങ്ങനെ കിഴക്ക് വശത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കെരുവുകളെ കാണുകയാണ്. കെരുവുകളെ കാണുമ്പോൾ എന്തോ ഓർത്തോണം? അടുക്കരുത്, ഇങ്ങോട്ട് അടുക്കരുത്. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആദാമ്യ വർഗം ദൈവസന്നിധിയിലേക്ക് ചുമ്മാ അടുത്തു വരാൻ പാടില്ല. രക്തം കൂടാതെ അടുത്തു വരുവാൻ സാധ്യമല്ല. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണമെങ്കിൽ പ്രാകാരത്തിലൊരു ബലിപീഠം ഇരിപ്പുണ്ട്. ആ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് ആ യാഗരക്തവുമായിട്ടല്ലാതെ അകത്തേക്ക് അടുക്കാനായിട്ട് കഴിയില്ല. ഇതാണ് പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുന്ന കാര്യം. അവിടെ ഇരിക്കുന്ന ആ ബലിപീഠം കാൽവറിയിലെ ക്രൂശിൻ്റെ നിഴലായിട്ടിരിക്കുകയാണ്. ആ ബലിപീഠം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാ? കാൽവറിയിലെ ക്രൂശിലേക്കാണ്. സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന ബലിപീഠവും യെരുശലേം ദൈവാലയത്തിന് മുൻപിലിരിക്കുന്ന ബലിപീഠവും, അതായത് താമ്ര യാഗപീഠം എന്ന് പറയും, ആ യാഗപീഠങ്ങൾ രണ്ടും എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? കാൽവറിയിലെ ക്രൂശിലേക്കാണ്. ആ ക്രൂശിൻ്റെ നിഴലാണിത്, അല്ലേ? ആ ക്രൂശിൻ്റെ നിഴലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലെ ആഴമേറിയ പഠനങ്ങൾ ഇവിടെയാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടല്ലേ സഹോദരങ്ങളെ നമ്മൾ ഈ പഴയ നിയമത്തിൽ വന്ന് വീണ്ടെടുപ്പിൻ്റെ ആഴങ്ങളെ പരിശോധിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 2 പ്രാവശ്യം വായിച്ചാൽ മതി. പിന്നെയുള്ളതൊക്കെ കുറച്ച് പ്രാവശ്യം വായിച്ചോ എന്നൊക്കെയുള്ള അനുവാദമാണ് ഓരോ ഉപദേശിമാർ കൊടുക്കുന്നത്. ഇവരൊക്കെ എങ്ങനെ ഉപദേശിമാരെന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല. ഉപദേശം ഇല്ലാത്തവനെ എങ്ങനെ ഉപദേശി എന്ന് വിളിക്കും? നമ്മൾ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വിളിക്കുകയാണ് ഉപദേശി എന്നൊക്കെ. ഉപദേശി എന്നൊരുവരെ വിളിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഉപദേശം വേണം. കുറ്റമറ്റ നിലയിൽ അവൻ്റെ കയ്യിൽ ഈ കാര്യങ്ങളെ വേണം. ഈ 66 പുസ്തകത്തിൽ നിന്നും എടുത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് കർത്താവിൻ്റെ ശാസ്ത്രി. പുതിയ നിയമത്തിൻ്റെ ശാസ്ത്രി എന്ന് പറയുന്നവൻ അങ്ങനെയുള്ളവനാണ്. അല്ലാത്തൊരുവൻ എത്ര ഹൃദ്യമായി പ്രസംഗിച്ചെന്നും പ്രഭാഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. വാക്ചാതുര്യം കൊണ്ടൊക്കെ ആളുകളെ പിടിച്ചിരുത്താം, മറ്റ് പല മേമ്പടികൾ കൊണ്ടൊക്കെ ആളുകളെ തളച്ചിടാം, അതൊക്കെ ശരി തന്നെ. പക്ഷെ വെളിപ്പാടുകൾ, ഉപദേശത്തിൻ്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ ഒക്കെ കയ്യിലുള്ളവനാണ് കർത്താവ് വിളിച്ചിട്ടുള്ള വേലക്കാരൻ. അങ്ങനെയുള്ളവർ ഈ സങ്കേതങ്ങളെല്ലാം ഉപയോഗിക്കില്ലേ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുക. പരമയാഗത്താൽ എന്ന് പറയുമ്പോൾ അതൊരു യാഗമായിരുന്നു. ചുമ്മാ ക്രൂശയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയല്ല, അതൊരു യാഗാർപ്പണമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതങ്ങനെ പഠിക്കുന്നത് ഏത് കാരണത്താലാ? ഈ പഴയ നിയമത്തിൽ അതിൻ്റെ നിഴലായിട്ട് 1400 ചില്ലുവാനും വർഷങ്ങളായി പ്രായശ്ചിത്ത ദിനത്തോടുള്ള ബന്ധത്തിൽ എത്രയോ ആടുകൾ യാഗമായി തീർന്നിട്ടുണ്ട്. ആ യാഗങ്ങളെല്ലാം പരമയാഗത്തിൻ്റെ നിഴലായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് ഇത് കണക്റ്റഡാണ്. ഇത് ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല, ഇതിനെല്ലാം ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരേ ഒരു വാതിൽ കിഴക്ക് വശത്തിരിക്കുന്നു. ആ കിഴക്ക് വശത്തുള്ള വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കെരുവുകളെ കാണാൻ കഴിയും. ഇനി കെരുവുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കെരുവുകൾ ദൈവത്തിൻ്റെ സിംഹാസനമാണ്, കെരുവുകൾ ദൈവത്തിൻ്റെ വാഹനമാണ്. കെരുവുകളെക്കുറിച്ച് പറയുമ്പോൾ കെരുവുകൾ വിശുദ്ധിയുടെ കാവൽക്കാരാണ്, ഗാർഡിയൻ ഏഞ്ചൽസ്. കെരുവുകളെ സംബന്ധിക്കുന്ന ധാരാളം വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്, സങ്കീർത്തനങ്ങളിലും മറ്റ് പുസ്തകങ്ങളിലും ഒക്കെയുണ്ട്. ആ റെഫറൻസുകളൊക്കെ വേണമെങ്കിൽ തരാമായിരുന്നു, പക്ഷെ നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതാണ്. കെരുവുകളുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തി അതെല്ലാം നിങ്ങളുടെ റഫ് ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് എപ്പോഴെങ്കിലും മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കെരുവുകളുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വാക്യങ്ങളിലുണ്ട്, കെരുവുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അടുത്തത് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ, ഇന്നിപ്പോൾ സമയം പോയതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല, അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് കടന്നു വരാം. അവിടെയാണ് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനം മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ അവിടെയാണ്, വഴിപാടായി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഈ ഭാഗത്താണ് കാണുന്നത്. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് 8-9 വാക്യത്തിലാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്ക് ഒരു കൂടാരം നിർമ്മിക്കണം എന്നുള്ള കാര്യം അവിടെയാണ് പറയുന്നത്.
പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. കഴിഞ്ഞ സാറ്റർഡേ മെസ്സേജിൽ ഈ ഒരു ഭാഗം പറയണമെന്ന് എനിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, പക്ഷേ അന്ന് പറയാൻ പറ്റിയില്ല. അതായത് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹോമയാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹോമയാഗം, അതായത് ഇസ്രായേൽ ജനം വലുവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഹോമയാഗം അർപ്പിക്കുന്നു എങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു നിഷ്കർഷയാണ് അവിടെ കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ അർപ്പിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അർപ്പിക്കുന്നെങ്കിൽ അതിങ്ങനെ ആയിരിക്കണം. നിങ്ങൾ അർപ്പിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അർപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ്. ആ മെസ്സേജിനകത്തൊക്കെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അതൊന്നും പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. തത്തുല്യമായ കാര്യമാണ് ഇവിടെയും, തത്തുല്യമായ കാര്യമാണ്. അവിടെ വഴിപാട് കൊണ്ടുവരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. കൊണ്ടുവരുന്നെങ്കിൽ, കൊണ്ടുവരണമെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, കൊണ്ടുവരണമെന്നല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അടുത്തപടി നിങ്ങൾ സ്നാനപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ സ്നാനപ്പെടുന്നതിന് മുമ്പാണ് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെയാണ് റോമാലേഖനം 12:1-2 ഒക്കെ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കണം എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ഒരു ആരാധനയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു യാഗമായി സമർപ്പിക്കേണ്ട അതിൻ്റെ അനിവാര്യത, സമർപ്പിത ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ കർത്തൃത്വം കൈമാറുകയാണ് അല്ലേ? അവിടെയാണ് സെയിൽ ഡീഡിൽ ഒപ്പിടുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇന്നലെ വരെ നമ്മൾ കൈകാര്യം ചെയ്ത കാര്യങ്ങളൊക്കെ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. പൂർണ്ണമായും ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുമെന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്ന സ്ഥലമാണത്. വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മറ്റൊരുവൻ്റെ വകയായി തീരുകയാണ്. അവൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ജീവിതമാണിനി, അതാണ് അവിടെ കാണിക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ജീവിതമാണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അവിടെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ സ്നാനപ്പെട്ടേ തീരുന്നൊന്നും പറയുന്നില്ലെന്നേ. സ്നാനം അനിവാര്യമാണ് ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ. ആ രക്ഷയിൽ മുൻപോട്ട് പോകണമെങ്കിൽ സ്നാനം മസ്റ്റായിട്ട് വരും. പക്ഷെ തോക്ക് ചൂണ്ടിക്കൊണ്ടല്ല അത് പറയുന്നത്. നല്ല മനസ്സോടുകൂടി വഴിപാട് കൊണ്ടുവരുന്ന ഏവനോടും പറക, ആടോ മാടോ ആയിരിക്കണം. നിനക്ക് തോന്നുന്ന നരിയോ കുറുക്കിനെയോ ഒന്നും പിടിച്ചോണ്ട് വരാൻ പറ്റില്ല, അതിങ്ങനെ ആയിരിക്കണം, ഡൊമസ്റ്റിക് ആയിരിക്കണം കാര്യങ്ങൾ. വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ കാര്യത്തിന് തത്തുല്യമായിട്ടാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. തുടർന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ വഴിപാടായി കൊണ്ടുവരുവാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സാക്രിഫൈസ് എന്നുള്ള നിലയിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. ഒരു സാക്രിഫൈസ് എന്നുള്ള നിലയിൽ കൊണ്ടുവരുവാനാണ് പറയുന്നത്. അടുത്തൊരു വാക്കും കൂടി അവിടെ കാണുന്നത് എന്താ? നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വഴിപാട് വാങ്ങണം. അവിടെ ഗൗരവമായൊരു വാക്കാണ്, നല്ല മനസ്സോടെ. ഒരു നിർബന്ധമില്ല സഹോദരങ്ങളെ, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും വാങ്ങണമെന്നാണ് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ. രണ്ടാമത് ഇതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം, ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 29. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ദാവീദ് യെരൂശലേം ദൈവാലയത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ താൻ സ്വരുക്കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചേ. വേഴ്സ് 5 and 6. എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂർണ്ണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവൻ ആർ? അപ്പോൾ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രായേലിന്റെ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വദാനങ്ങളെ കൊണ്ടുവന്നു. 5-ാം വാക്യത്തിൽ കാണുന്നത്, എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂർണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവനാർ. ദാവീദൊരു ചോദ്യം ചോദിക്കുന്നത്, മനഃപൂർവ്വം അർപ്പിക്കുന്നവനാർ, നല്ല മനസ്സോടെ അർപ്പിക്കുന്നവൻ ആരെന്നുള്ളതാണ്. പിന്നീട് താഴെ എന്താ കാണുന്നത്? അപ്പോൾ അങ്ങനെ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രായേൽ ഗോത്ര പ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും എല്ലാവരും ഈ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ?
മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. സ്വമേധാ ദാനങ്ങൾ എന്നുള്ള നിലയിലാണ് കൊണ്ടുവരുന്നത്. മനഃപൂർവ്വ ദാനങ്ങളെയാണ് കൊണ്ടുവരുന്നത്. യെരുശലേം ദൈവാലയത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിലാകട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ 9-ാം വാക്യം കൂടെ, വേഴ്സ് 9. ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രത ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. ദാവീദ് രാജാവ് അത്യന്തം സന്തോഷിക്കാനുള്ള കാരണം എന്നാ? തൻ്റെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് ദാവീദ് രാജാവ് സന്തോഷിച്ചു, അവർ സന്തോഷിച്ചു, രണ്ടു കൂട്ടരും സന്തോഷിച്ചു. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നു. അടുത്തപടി അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങുന്നു. വിശ്വാസ സ്നാനത്തിന് ഇറങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കുകയാണ്. അങ്ങനെ യാഗമായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങൂ. അതെന്തിനെന്ന് ചോദിച്ചാൽ, പർവ്വതത്തിലെ മാതൃക പ്രകാരം ഒരുക്കപ്പെടേണ്ട ഒരു കൂടാരമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം തന്നെ. അവിടെയാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഞാൻ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ശരീരം എങ്ങനെ സമർപ്പിതമായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയല്ല, ആ സാറ്റർഡേ മീറ്റിങ്ങിൽ. അതായത് ഒരുവൻ സ്നാനപ്പെടുമ്പോൾ അവൻ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയില്ലേ, വസ്ത്രം ധരിച്ചു, ആഭരണം ധരിച്ചു എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഒരുവൻ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുകയായിരിക്കും, ഓ ഡയമണ്ടും അതുപോലെ പിന്നെ ഏതാ, ഡയമണ്ടിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഡയമണ്ടും പ്ലാറ്റിനവും അതുപോലെയൊക്കെയുള്ള വേറെ പല സാധനങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ഒന്നും പേര് ഞാൻ ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ധരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരും വിശേഷാൽ സഹോദരിമാരൊക്കെ എന്തൊരു അഭിമാനപൂർവ്വമായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ സഹോദരിമാരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. അയ്യോ, ഇവിടെ ഇരിക്കുന്നതെല്ലാം നാസീർ വൃതക്കാരല്ലേ, ഭയങ്കര സമർപ്പണക്കാരാ. ഇവരെ ആരെയും വെച്ചല്ല ഞാൻ പറഞ്ഞ, പൊതുവായിട്ടുള്ള മ്യൂട്ടേഷന് വിധേയമായി ഇന്നത്തെ പെന്തിക്കോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവർക്കൊക്കെ ഭയങ്കര അഭിമാനമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. ഡയമണ്ടൊക്കെ ഇട്ടിട്ട് കല്യാണമൊക്കെ നടത്തി കഴിഞ്ഞ പെൺപിള്ളേരൊക്കെ എന്തൊരു സന്തോഷത്തിലായിരിക്കും. അതേസമയം സാധുക്കളായ നമ്മെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്, അതിനേക്കാളൊക്കെ വിലമതിക്കാനാവാത്തൊരു കാര്യമാണ് നാം ധരിച്ചിരിക്കുന്നത്. ഇനി അതിനു മുകളിൽ വേറൊരു കാര്യം ധരിച്ചുകൊണ്ട് ലോകക്കാരെ എന്ത് കാണിക്കാനാണ് അല്ലേ? അത്ര വിലപിടിപ്പുള്ളൊരു കാര്യമല്ലേ നമ്മൾ ധരിച്ചു നിൽക്കുന്നത്. നാം ക്രിസ്തുവിനെ ധരിച്ചു നിൽക്കുകയാണ്. ലോകം കണ്ടിട്ട് പറയുകയാണ്, യെസ് ഇവനൊരു ക്രിസ്ത്യാനിയാണ്. അവൻ്റെ സ്വഭാവം ഇടപാടും ഒക്കെ കണ്ടിട്ട് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. അവനൊരു പ്രമാണമുള്ളവനാണ്, അവനൊരു തത്വമുള്ളവനാണ്, അവനൊരു പ്രിൻസിപ്പിൾ ഉള്ളവനാണെന്ന്. അവൻ ചുമ്മാ ശേഷം മനുഷ്യരെ പോലെയല്ല എന്ന് നാട്ടുകാർ പോലും പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചു നിൽക്കുമ്പോൾ മറ്റു മനുഷ്യർ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഡയമണ്ടോ പ്ലാറ്റിനമോ അല്ലെങ്കിൽ മറ്റ് പലതും ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യാം. അതൊക്കെ ധരിച്ചയാൾക്കൊരു കൊലപാതകയോ വ്യഭിചാരിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നതിനുള്ള കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതേസമയം ക്രിസ്തുവിനെ ധരിച്ച ഒരുവനെ സംബന്ധിച്ച് അവൻ ശേഷം മനുഷ്യരെ പോലെയല്ല. അവൻ്റെ ജീവിതത്തിൽ ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാഭദ്രതക്കാർ നമ്മളെക്കുറിച്ച് പറയുന്നത്. അവർ തൊടരുത്, പിടിക്കരുത്, കിടക്കരുത്, ഇരിക്കരുതെന്നൊക്കെ പറയുന്നു. കൊലേസ് ലേഖനത്തിലൊരു വാക്യം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അയ്യോ മന്ദബുദ്ധികളെ എന്ന് എമ്മൗസിലേക്ക് പോയവരെ വിളിച്ചതുപോലെ വിളിക്കാനായി എനിക്ക് തോന്നുന്നത്, വേറൊന്നും തോന്നുന്നില്ല. ക്രിസ്തുവിനെ ധരിച്ച് നിൽക്കുന്ന ഒരുവൻ്റെ ലൈഫിൽ അവന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ന്യായപ്രമാണക്കാരനായി മാറുകയാണോ? അവന് ശേഷം മനുഷ്യരെ പോലെ ആക്ട് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, പെരുമാറാൻ കഴിയില്ല. അവനെങ്ങനെ മൾട്ടിപ്ലക്സിൽ പോയിരുന്ന്, മൾട്ടിപ്ലക്സ് എന്നല്ലേ പറയുന്നേ, ഇപ്പോൾ ഈ ചെറിയ 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 തിയേറ്ററുകളില്ലേ ഈ സിനിമ കാണാൻ പോകുന്നത്, അതിനെ മൾട്ടിപ്ലക്സ് എന്നല്ലേ പറയുന്നേ, അല്ലേ സൗരങ്ങളെ? ആർക്കറിയാം, സിനിമ കാണുന്ന ഒറ്റ ഒരുത്തിനും ഇല്ല ഇതിനകത്ത്, ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഈ മൾട്ടിപ്ലക്സിലൊക്കെ പോയിരുന്ന് ഭദ്രതക്കാർക്ക് സിനിമ കാണാം. പക്ഷേ ക്രിസ്തുവിനെ ധരിച്ച ഒരു ദൈവ പൈതലിന് അത് സാധ്യമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ വീട്ടിൽ ഹോം തിയേറ്റർ വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കാണാവോ? അതെങ്ങനെ സാധിക്കും? വീട്ടിലാണേലും മൾട്ടിപ്ലക്സിലാണെങ്കിലും പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം നിൻ്റെ ഉള്ളിലല്ലേ വാസം ചെയ്യുന്നത്.
പിന്നെ നേരം വെളുക്കുന്നത് വരെ മൊബൈൽ ഫോണിൽ കാണാമെന്ന് ചോദിച്ചാൽ എനിക്കതിനൊന്നും ഉത്തരവില്ല കേട്ടോ. ഞാൻ ന്യായപ്രമാണക്കാരനാണല്ലോ. ന്യായപ്രമാണക്കാരന് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ന്യായപ്രമാണം ഇല്ലാത്തവന് കാണാൻ പറ്റും. നേരം വെളുക്കുന്നവരെ ഇരുന്ന് കണ്ടോ, നോ പ്രോബ്ലം. അപ്പോൾ എന്താ ഞാനിതിലൂടെയൊക്കെ പറഞ്ഞു വന്നത്? ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ വഴിപാട് കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത്. മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഈ ബാഹ്യാലങ്കാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അതിനൊക്കെ ഇന്നലെ ഞാൻ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സായിപ്പ് ഒഴിവാക്കിയോ മദാമി ഒഴിവാക്കിയോ എന്നുള്ളതിൻ്റെ ഒക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സായിപ്പിന് ഇങ്ങനൊരു വെളിപ്പാടില്ലെന്നേ. മദാമി ഇങ്ങനെയുള്ള കാര്യമൊന്നും കേട്ടിട്ടില്ല. ഇത് ചുമ്മാ പച്ച മലയാളിക്കാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സായിപ്പിന് ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടിയ ചാടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സായിപ്പ് സാഹസികനാണ്. അവൻ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിക്കൊണ്ട് ഈ ഇന്ത്യയെ തേടി വന്നവനാണ് ഈ സായിപ്പ് എന്ന് പറയുന്നവൻ, അല്ലേ? ജീവൻ മരണ പോരാട്ടമാണ് ഗുഡ് ഹോപ്പ് ചുറ്റിക്കൊണ്ടുള്ളൊരു വരവെന്ന് പറയുന്നത്. അത്ര സാഹസികന്മാരാണ് ഈ സായിപ്പുമാർ. തണുത്തുറഞ്ഞു കിടക്കുന്ന ഇംഗ്ലീഷ് ചാനലൊക്കെ അവൻ ചുമ്മാ നീന്തിക്കളയും. സാഹസികനാണ് അവൻ. അവൻ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറും. അതുപോലെ എന്തെല്ലാം പരിപാടിയായി സായിപ്പ് ഒപ്പിക്കുന്നതെന്ന് അറിയാവോ? അവൻ ഈ വചനത്തിൻ്റെ വെളിപ്പാടൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നല്ല മനസ്സോടെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സായിപ്പിന് ഇതൊന്നും വെളിപ്പെട്ട് കിട്ടുന്നില്ല. അതാണ് സായിപ്പിൻ്റെ പ്രശ്നം. അപ്പോൾ പുറപ്പാട് 25-ൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വഴിപാട് വാങ്ങണം. ഈ കാര്യത്തിന് നല്ലൊരു വിശദീകരണം വേണം. ആ വിശദീകരണത്തിലേക്ക് പോകാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ താൽക്കാലികമായിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് കടക്കാം. അതിൽ പറയുന്ന ഓരോരോ കാര്യങ്ങൾ അത് തെറ്റായി പ്രസംഗിക്കപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ വെച്ചുകൊണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ വായിച്ച 1 ദിനവൃത്താന്തം 29-ൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉപദേശിമാർ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഈ സഭാഗോൾ എന്നൊക്കെ പറയുന്ന കെട്ടിടങ്ങളൊക്കെ പണിയാൻ വേണ്ടി ഉപദേശിമാർ രംഗത്ത് വന്നു കഴിയുമ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിലെ ഈ വാക്യങ്ങളും ദിനവൃത്താന്ത പുസ്തകത്തിലെ ആ വാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ജനത്തെ ഇളക്കി മറിക്കുന്നത്. എല്ലാവരും ഊരിക്കൊണ്ടുവരൂ, എല്ലാവരും ധാരാളമായി കൊണ്ടുവരൂ. ദാവീദിൻ്റെ കാലത്തെ ആൾക്കാർ സ്വർണവും വെള്ളിയും ഒക്കെ കൊണ്ടുവന്ന് കണ്ടോ, ആലയം പണിക്ക് വേണ്ടി നിങ്ങളും അതുപോലെ എല്ലാം കൊണ്ടുവരാനാണ് പറയുന്നത്. ആലയം എന്താ ഏതാണെന്നൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒരുത്തിനും. അതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് ഡയറക്റ്റ് അങ്ങ് പറയുകയാണ്, ആലയം പണിക്ക് വേണ്ടി നിങ്ങളും കൊണ്ടുവരുമെന്ന്. എന്നതാ സ്വർണവും വെള്ളിയും താമരവും ഒക്കെ കൊണ്ടുവരാനാണ് പറയുന്നത്. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളോ ആഴങ്ങളോ പലരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ആ സമർപ്പണ അനുഭവത്തിലേക്ക് വരുന്നത്. ഇത് 2 രീതിയിലാണ് പറയുന്നത്. ദൈവസഭയുടെ പണിയോടുള്ള ബന്ധത്തിലും വ്യക്തിപരമായി നാം ആകുന്ന കൂടാരത്തോടുള്ള ബന്ധത്തിലും ഈ 2 കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് കടന്നു പോകാം. ഇന്ന് ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക. ഇസ്രായേൽ മിസ്രൈം വിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 42 സ്ഥലത്ത് പാളയമിറങ്ങി. അതിൽ 11-ാമത്തെ സ്ഥലമാണ് സീനായി പർവ്വതം. സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ അവർ പാളയമിറങ്ങിയ മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. അവർ ഗണമായി പാളയമിറങ്ങി. ഓരോരുത്തൻ താൻ്റെ കൊടിക്കീഴിൽ, അതിൽ ഓരോ കൊടിയിലും കാണുന്ന ആ എംബ്ലം നമ്മൾ കണ്ടു. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയതുണ്ട്. അതായത് 4 സൈഡിലുമുള്ള കൊടിയിൽ നമ്മൾ കണ്ടു, മനുഷ്യമുഖം കണ്ടു, സിംഹമുഖം കണ്ടു, കാളമുഖം കണ്ടു, കഴുകുമുഖം കണ്ടു. ഇങ്ങനെ 4 തരത്തിലുള്ള പിക്ചറുകളാണ് ഈ കൊടിയിലുള്ളത്. അതങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം എസെക്കിയേൽ 1:10 എസെക്കിയേൽ 1:10 നമുക്ക് 4 ജീവികളെ കാണാം. ആ 4 ജീവികൾക്ക് 4 മുഖമാണ്. എസെക്കിയേൽ 1:10 നമുക്കൊന്ന് വായിക്കാം. അതും കൂടെ വായിച്ചിട്ട് നിർത്താം. ഞാൻ നേരത്തെ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ആ വാക്യം വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വായിക്കാം. എസെക്കിയേൽ ചാപ്റ്റർ 1:10. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. അതായത് എസെക്കിയേൽ 1:10 നമ്മൾ വായിച്ചത്. ആ വായിച്ചതിന് പ്രകാരം എസെക്കിയേൽ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനപ്രകാരം കെരൂബുകളുടെ ഒരു ദർശനമാണ് കാണുന്നത്. കെരൂബുകൾക്ക് 4 മുഖമാണ്. അപ്പം ഒരു സൈഡിൽ കഴുകുമുഖം, ഒരു സൈഡിൽ മനുഷ്യമുഖം, ഒരു സൈഡിൽ സിംഹമുഖം, ഒരു സൈഡിൽ കാളമുഖം, അല്ലേ? അങ്ങനെ 4 മുഖമാണ് കാണുന്നത്. ഇതേ കാര്യം തന്നെ എസെക്കിയേൽ 10-ാം അധ്യായത്തിലുമുണ്ട്. അത് വിശദമായിട്ട് അവിടെയുണ്ട്. അതെല്ലായിടത്തും വായിക്കുന്നില്ല. അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ നടുവിൽ അവർക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കാം ഈ 4 കൊടിയിലും ഇങ്ങനെയുള്ള ഈ ഒരു പിക്ചർ വന്നത്.
ഇങ്ങനെയുള്ളൊരു പിക്ചർ വന്നത്. ഈ 4 രൂപങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായി കണക്ട് ചെയ്താണ് വിവിധ നിലകളിൽ അത് വ്യാഖ്യാനിക്കാറുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് കഴുകുമുഖവും സിംഹമുഖവും അതുപോലെ മനുഷ്യമുഖവും ഒക്കെ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ടാബർനാക്കലിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും ക്രൈസ്റ്റ് സെൻറ്റേർഡായ കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ക്രിസ്തു കേന്ദ്രീകൃതമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളതെല്ലാം. ഈ കൊടിയുടെ അടുക്കൽ വന്നാലും അങ്ങനെ എല്ലാ കാര്യത്തിലേക്ക് വന്നാലും ക്രിസ്തു കേന്ദ്രീകൃതമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവർ പാളയം അടിച്ച് നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. അതിനോടനുബന്ധിച്ച് പിന്നീട് മുൻപോട്ട് വന്നപ്പോൾ ഈ കൂടാരത്തിന് ഒരേ ഒരു വാതിലാണെന്നുള്ളത് കണ്ടു. ആ വാതിലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൽ നിന്ന് മറ്റ് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് അഡ്വാൻസ് ചെയ്ത് ആ ഒരു വാതിലിനെ കുറിച്ച് നമ്മൾ പറയുമായിരുന്നു. അതായത് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കെരൂബുകളെ കാണാൻ കഴിയും. എന്നാൽ കെരൂബുകളെ നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യൻ അകത്തേക്ക് കയറാതെ വണ്ണം ആ തോട്ടത്തിൻ്റെ കിഴക്ക് വശത്ത് തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബ് അങ്ങനെ കാവൽ നിൽക്കുകയാണ്. കാരണം മനുഷ്യൻ പാപത്തിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവന് വലിയവനായ ദൈവത്തോട് അങ്ങനെ അടുക്കാൻ കഴിയില്ല. അടുക്കണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. ആ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ വരുന്നതാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ. അങ്ങനെ പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തോട് അടുക്കുമ്പോൾ അതിന് നടുവിലൊരു ബലിപീഠം ഇരിക്കുകയാണ്. അങ്ങനെ ആഴമേറിയ പഠനങ്ങളാണ് ഇതിന് മുൻപിലുള്ളത്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടെ നിന്ന് ആയുസ്സും ആരോഗ്യം തന്നാൽ നമുക്ക് വരും ദിവസങ്ങൾ അതിലേക്കൊക്കെ കൂടുതലായിട്ട് കടന്നു പോകാം. ഇന്ന് കേട്ടതും ചിന്തിച്ചതുമായ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.